أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. إلهي على كل الأمور لك الحمد، فليس لما أوليت من نعم حد. لك الأمر من قبل الزمان وبعده، وما لك قبل كالزمان ولا بعد. وحكمك ماض في الخلائق نافذ، إذا شئت أمرا ليس من كونه بد. ألمت سنة من أحيا الظلام إلى أن استكت قدماه الضر من ورمي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 6 ദിവസം സിറാജുൽ ഹുദയുടെ 2 ശാഖകളിലായി വടകരയിലും പാറക്കടവിലും ബുറുദബൈത്തിന്റെ ബഹുമാനവും അതിൻ്റെ ആമുഖവും 28ഓളം പദ്യങ്ങൾ അർത്ഥവും വിവരണവും നാം സംസാരിച്ചിട്ടുണ്ട്. 160 പദ്യങ്ങളും സംസാരിച്ച് ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക്, മലയാളം അറിയാവുന്നവർക്ക് അത് വിതരണം ചെയ്യുക എന്നതാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ മഹത്തായ സിറാജുൽ ഹുദ എന്ന സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നതിൻ്റെ
കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 8-9 വർഷങ്ങൾക്ക് മുമ്പ് വിനീതനായ ഞാൻ അക്കര അടുക്കത്ത് ഒരു പ്രസംഗം നടത്തിയിരുന്നു. ഏകദേശം 35 കൊല്ലങ്ങൾക്ക് അടുത്തായി ആ പരിപാടി നടന്നിട്ട്. ആ പരിപാടി നടത്താനുണ്ടായിരുന്ന കാരണം, ഞാനിന്ന് പുല്ലൂക്കർ ജമാഅത്ത് പള്ളിയിലെ ഒരു ചെറിയ മുതഅല്ലിമായിരുന്നു, വിദ്യാർത്ഥിയായിരുന്നു. അവിടെ ഒരു വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മൗലിദ് പാരായണം നടക്കുകയുണ്ടായി. മൗലിദ് കഴിഞ്ഞ ആളുകളൊക്കെ പിരിഞ്ഞു പോയപ്പോ മൗലിദ് ഓതിയാൽ നരകത്തിൽ കടക്കും എന്ന് പറഞ്ഞ് അവിടെ ഗംഭീരമായ പ്രസംഗം നടന്നു. അപ്പൊ മൗലിദിൽ പങ്കെടുത്ത ആളുകൾക്ക് മനസ്സിന് അത് ചെറിയ പ്രയാസം ഉണ്ടാക്കി. അപ്പൊ അത് ശരിയാണോ അല്ലേ എന്നതിനെ സംബന്ധിച്ച് ഒരു പ്രസംഗം നടത്താൻ വേണ്ടി ഒരു വിദ്യാർത്ഥിയായ എന്നെ സൂപ്പി ഹാജി, കുഞ്ഞമ്മദ് ക, അതുപോലെ കോരങ്കോട്ട് കുഞ്ഞമ്മദ് ക തുടങ്ങിയ 2-3 ആളുകൾ വന്ന് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ അടുക്കത്ത് പ്രസംഗിക്കാൻ വന്നു. ആദ്യമായി കുറ്റ്യാടി ഏരിയയിൽ നടത്തുന്ന ഒരു പ്രസംഗമാണ്. സിറാജുൽ ഹുദ തുടങ്ങാനോ ചിന്തിക്കാനോ ഒന്നും ആയിട്ടില്ല. ഞാൻ ചെറിയ മുതഅല്ലിമാണ്. അങ്ങനെ ഞാൻ മൗലിദിന്റെ തെളിവുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം പറയുന്നതിനാലും പാടുന്നതിനാലും പുകഴ്ത്തുന്നതിനാലുമുള്ള മഹത്വങ്ങളുമൊക്കെ വിശദീകരിച്ച് അങ്ങനെ 2 ദിവസം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങളും ആദർശങ്ങളും പ്രസംഗിച്ചു. പക്ഷെ എന്റെ മനസ്സിൽ അപ്പോഴാണ് കടന്നു വന്നത്, കുറ്റ്യാടിയിലും പരിസരങ്ങളിലും 11 പ്രദേശങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമനുസരിച്ച് നടക്കുന്ന പള്ളികളും മദ്രസകളും ഇല്ല. അല്ലാഹുവിന്റെ മഹത്വം, അവന്റെ 20 അവന് അനിവാര്യമായ ഗുണങ്ങൾ, അതിന് 20 വാജിബായ സിഫത്തുകൾ എന്ന് പറയും. അവനൊരിക്കലും ഉണ്ടാകാൻ നിവൃത്തിയില്ലാത്ത 20 പ്രത്യേകതകൾ. ഉദാഹരണത്തിന് അല്ലാഹു തആല അവന് ഉള്ളതിന് തുടക്കമില്ലാത്തവനാണ്. അല്ലാഹു, നമ്മളൊക്കെ ഉള്ളതിന് തുടക്കമുണ്ട്, അല്ലാഹു ഉള്ളതിന് തുടക്കം ഇല്ല. ഇതുപോലെ അത് അല്ലാഹുവിന്റെ ഒരു ഗുണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പിന്നീട് ഉണ്ടായതല്ല. ഇങ്ങനെ അല്ലാഹുവിനെ സംബന്ധിച്ച് സവിസ്തരം വിശദീകരിക്കുന്ന 20 വാജിബായ സിഫത്തുകൾ, 20 മുസ്തഹീലായ സിഫത്തുകൾ, ഓരോ ജായിസായ സിഫത്ത്, ഇത് എല്ലാ മദ്രസയിലും സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയും പഠിപ്പിക്കും. അങ്ങനത്തെ ഒരു പരിപാടിയെ 11 മഹല്ലിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഇതുപോലെ നിസ്കാരത്തിന്റെ ഫർള് 14 പഠിപ്പിക്കുന്നില്ല. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ 11 പ്രദേശങ്ങളിൽ പഠിപ്പിക്കുന്നില്ലെന്നും, ഈ 11 പ്രദേശങ്ങളിൽ കുറ്റ്യാടി, അടുക്കത്ത്, മണ്ണൂർ, മുള്ളംകുന്ന്, അതുപോലെ വളയന്നൂർ, ഊരത്ത്, ശാന്തിനഗർ, ചെറിയ കുമ്പളം, അതുപോലെ വെള്ളഞ്ചേരിച്ചാല്, അങ്ങനെ തോട്ടത്താങ്കണ്ടി, ഇങ്ങനെ 11 പ്രദേശങ്ങളിൽ മക്കയിലും മദീനയിലും നടക്കുന്നത് പോലെ 20 റക്അത്ത് തറാവീഹോ, 2 ബാങ്ക് കൊടുത്തുകൊണ്ടുള്ള ജുമഅയോ, സദസ്സിൽ ആര് പങ്കെടുത്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും നടത്തിയതുപോലെ അറബിയിൽ മാത്രമുള്ള ഖുത്ബയോ, ഇങ്ങനത്തെ യാതൊരു സംഗതികളും ഇല്ല എന്ന് എനിക്ക് ആ വരവോടുകൂടിയാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഞാൻ അവിടെ വെച്ച് അന്നത്തെ പ്രസംഗത്തിൽ 1981, 82, 80 അങ്ങനെ ആയിരിക്കും, കൃത്യമായി എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. അങ്ങനെ ആ പ്രസംഗത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഒരു പള്ളി വേണം എന്ന് പറഞ്ഞ് ഊന്നി പ്രസംഗിച്ചു. ഒരു സാധു മനുഷ്യന് ഒരു ചെറിയ സ്ഥലം കൊടുത്തു. ആ സ്ഥലത്ത് ഒരു തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കപ്പെട്ടു. അതിൽ മർഹൂം ശൈഖ് മശായിഖിന കീഴന ഉസ്താദ് അവർകൾ പങ്കെടുത്തു. പാലേരി അഹമ്മദ് മുസ്ലിയാർ അവർകൾ പങ്കെടുത്തു. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ബഹുമാന്യരായ കാര്യാട്ട് കുഞ്ഞമ്മദ് ഹാജി പങ്കെടുത്തു. അല്ലാഹു കുഞ്ഞമ്മദ് ഹാജിക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. വഫാത്തായി പോയ നമ്മുടെ ഉസ്താദുമാർ, ആലിമീങ്ങൾക്ക് അല്ലാഹു അവരുടെ ഖബറിൽ ദർജ വർദ്ധിപ്പിക്കട്ടെ.
അന്ന് ആ പരിപാടിയിൽ വിനീതനായ ഞാൻ പ്രസംഗിച്ചു. അന്ന് പ്രസംഗിക്കുന്ന ഒരു ചിത്രം നമ്മുടെ കുറ്റ്യാടിയുടെ സിറാജുൽ ഹുദയെ സംബന്ധിച്ച് ഇറക്കപ്പെട്ട പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ആദ്യമായി കുറ്റ്യാടി ഭാഗത്ത് ദീനീ പ്രവർത്തനവുമായി ഞാൻ കയറി വരുന്നത് ഒരു മൗലിദിന്റെ ബർക്കത്തുകൊണ്ടാണ്. അതായത് അടുക്കത്ത് ഒരു വീട്ടിൽ നടന്ന മൗലിദ്, അതിന് വിമർശനം നടന്നപ്പോ ആ മൗലിദ് കഴിക്കുന്നതിന് വിരോധമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനം പറയുന്നതിന് യാതൊരു വിരോധമില്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം മുതലേ പാടുന്നതും പുകഴ്ത്തുന്നതും പറഞ്ഞു വരുന്നതുമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ആദ്യമായി ഞാൻ കുറ്റ്യാടിയിൽ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരിപാടികൾ നടത്താൻ നമുക്ക് സൗകര്യം ചെയ്തു. അതിന്റെ മുന്നിൽ നിന്ന വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട മർഹൂം PCS തങ്ങൾ അവറുകൾ. അള്ളാഹു അവരുടെ ഖബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. തെക്കേക്കര കുഞ്ഞബ്ദുൽ ഹാജി, അതുപോലെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു തആല അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അങ്ങനെ പിന്നീട് സിറാജുൽ ഹുദയുടെ പ്രവർത്തനങ്ങളുമായി വന്നു. സിറാജുൽ ഹുദ 25 വർഷം തികയാണ്. അപ്പോ സിൽവർ ജൂബിലി സമ്മേളനം നടത്തണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു. ഈ 25ാം വാർഷികത്തോടനുബന്ധിച്ച് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ മുസ്തഫ ദാരിമി നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് വളരെ സംക്ഷിപ്തമായി, വളരെ അർത്ഥവത്തായി, ശ്രവണമധുരമായ ശൈലിയിൽ ഇമാം മുഹമ്മദിൻ ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി അവതരിപ്പിച്ച ബുർദ ബൈത്ത്, ആ ബുർദ ബൈത്ത് ഒന്ന് അർത്ഥവും വിവരണവും പ്രസംഗിച്ച് സമ്മേളനത്തിന്റെ ഒരു സമ്മാനമായി മലയാളം അറിയാവുന്ന എല്ലാവർക്കും വിതരണം ചെയ്യണം എന്ന് ഉദ്ദേശിച്ചു. ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടേതാണ്, അവർ രചിച്ചതാണ് ബുർദ ബൈത്ത്. ആ ബുർദ ബൈത്തിന്റെ ചരിത്രമൊക്കെ ഞാൻ തുടക്കത്തിൽ പല സ്ഥലങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വിശദമായി കടക്കുന്നില്ല. ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് ധാരാളം കാവ്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുമായി ബന്ധപ്പെട്ട് തന്നെ ധാരാളം കാവ്യങ്ങളും അതിൽ മഹാനവറുകൾ ചൊല്ലിയ പദ്യങ്ങൾ ഓരോന്നും വളരെ അത്ഭുതകരവും വളരെ രസകരവുമാണ്. ബുർദ ബൈത്ത് നമുക്കറിയാം, എല്ലാ അവസാനം അമിൻ തദക്കുരിജി റാനിം ബിദി സലമി മസജ്താദം അൻജറാ മിൻ മുഖ്ലതിൻ ബിദമി. അവസാനം മീ 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 എന്നാണ് അതിന്റെ എല്ലാ അവസാനവും വെച്ചത്. എന്നാൽ മഹാനവറുകൾക്ക് വേറൊരു പദ്യമുണ്ട്, അതൊക്കെ ഊ ഊ ഊ എന്ന് വെച്ചുകൊണ്ടാണ്. കൈഫാ തർഖ റുഖിയകൽ അംബിയാഉ യസമഉ മാ തവലത്ഹാ സമാഉ. പദ്യം മുഴുവനും ഊ ഊ എന്ന് വെച്ചുകൊണ്ടാണ്. എന്നാൽ അതിൽപ്പെട്ട വേറൊരു പദ്യമാണ് എല്ലാം ബൂ എന്ന് വെച്ചുകൊണ്ടുള്ള പദ്യം. അത് കാണാം, ബാ കൊണ്ട് അവസാനിക്കുന്ന പദ്യം. وآتاك بالذنب العظيم المذنب خجلا يعنف نفسه ويؤنب بمدح المصطفى تحيا القلوب وتغتفر الخطايا والذنوب. ബൂ ബൂ എന്നാണ് എല്ലാം വെക്കുക, എല്ലാ ഓരോന്നും. ഇങ്ങനെ ചൊല്ലിയ പദ്യത്തിൽ ഇമാം ബൂസിരി തെറ്റ് ചെയ്തു പോയ ആളുകളെ സംബന്ധിച്ച് അവർ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നതിനെ സംബന്ധിച്ചാണ് ആദ്യം തന്നെ പറഞ്ഞത്. വളരെ വലിയ തെറ്റുമായി തെറ്റ് ചെയ്തവൻ വരികയാണ്. ലജ്ജയോടുകൂടിയാണ് വരുന്നത്, സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ടാണ് വരുന്നത്. അല്ലാഹുവേ, നിന്നിലേക്ക്
മനസ്സുകൊണ്ട് മടങ്ങിയിട്ടാണ് വരുന്നത്. അതാ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള വഴി എന്താണ്? ബിമദ്ഹിൽ മുസ്തഫ തഹിയൽ ഖുലൂബു വതുഗ്തഫറുൽ ഖതായ വദ്ദുനൂബു. അൽ മുസ്തഫ, എല്ലാ സൃഷ്ടികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മഹാൻ അൽ മുസ്തഫ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുന്നത് കൊണ്ട്, ആ നബി തങ്ങളുടെ മഹത്വം പറയുന്നത് കൊണ്ട്, തഹിയൽ ഖുലൂബു, ഹൃദയം സജീവമാകും, വതുഗ്തഫറുൽ ഖതായ വദ്ദുനൂബു, പാപങ്ങൾ പൊറുക്കപ്പെടും, തെറ്റുകൾ മാപ്പ് നൽകപ്പെടും. അതിനുള്ള മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയൽ. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, അസ്മിഉൽ ബൈന വസുദ്ദുർ റികാബ ഫത്ലുബിസ് സബ്റ വഖല്ലിൽ ഇതാബ. ഓ വേർപാടിനെ തീരുമാനിച്ചോ. ഇവിടെ എല്ലാ കാലവും ജീവിക്കൂല. പോകാൻ വേണ്ടി വാഹനം ഒരുക്കി വെച്ചോ, യാത്ര പോകേണ്ടി വരും. ഇവിടെ എല്ലാ കാലവും ജീവിക്കൂല. ഫത്ലുബിസ് സബ്റ വഖല്ലിൽ ഇതാബ. ആക്ഷേപിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. ക്ഷമിച്ച് നിന്നിട്ട് അല്ലാഹുവിനെ ഇബാദത്ത് എടുത്തുകൊണ്ടും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടും ക്ഷമയോടുകൂടെ നീ പ്രവർത്തിച്ചോ. അതാണ് യാത്രക്കുള്ള ഒരുക്കം മോനെ. മഹാനായ ഇമാം ബുസ്രി തങ്ങളുടെ വേറെ ഒരു പദ്യമാണത്. ഇനി നിങ്ങൾക്ക് കാണാൻ ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ ചൊല്ലിക്കേൽപ്പിച്ചില്ലേ ഒരു പദ്യം, അത് ദാലിയ എന്ന് പറയും. ദാലിന്റെ മേലാണ് അതൊക്കെയും നിർത്തുന്നത്. ഇലാഹി അലാ കുല്ലിൽ ഉമൂരി ലകൽ ഹംദു ഫലൈസ ലിമാ ഔലൈത മിന്നി അമിൻ ഹദ്ദു. അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് താഴ്മയോടെ പറയാണ്, ഇലാഹി, എന്റെ ആരാധ്യനായ എന്റെ ദൈവമായ അല്ലാഹ്, അലാ കുല്ലിൽ ഉമൂരി ലകൽ ഹംദു, സർവ വിഷയത്തിന്റെ പേരിലും നിനക്കാണ് സ്തുതി. ഏത് കാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടോ, ഏത് കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ നടക്കുന്നുണ്ടോ, അതെല്ലാം നീ കഴിവ് തരുന്നത് കൊണ്ടാണ്, നീ അവസരം നൽകുന്നത് കൊണ്ടാണ്, നീ ഭാഗ്യം തരുന്നത് കൊണ്ടാണ്. എന്റെ വകയിലൊന്നും ഞാൻ ചെയ്യുന്നില്ല. എല്ലാറ്റിന്റെയും സ്തുതി നിനക്കാണ് അല്ലാഹ്. ഫലൈസ ലിമാ ഔലൈത മിന്നി അമിൻ ഹദ്ദു. ദാലുകൊണ്ട് മാത്രം നിർത്തുന്ന പദ്യങ്ങളാണിത്. അതിൽ മഹാനവറുകൾ പറയാണ്, ഫലൈസ ലിമാ ഔലൈത മിന്നി അമിൻ ഹദ്ദു. അല്ലാഹുവേ, നീ ചെയ്തു തന്ന എത്രയോ അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾക്കൊന്നും അതിരും കണക്കുമില്ല അല്ലാഹ്. സുഹൃത്തുക്കളെ, അല്ലാഹു തആല നമുക്ക് തന്ന അനുഗ്രഹത്തിനുണ്ടോ തീർച്ച പറയാനും കഴിയുന്നു. അതെ, നമുക്കൊരു ചെറിയ വേദന വരുമ്പോ, ചെറിയ രോഗം വരുമ്പോ, ചെറിയ പ്രയാസം വരുമ്പോ, ചെറിയ ഞെരുക്കം വരുമ്പോ, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോ നമ്മൾ പലപ്പോഴും നിരാശരായി പോകാറുണ്ട്. അതൊരു മുഅ്മിനായ മനുഷ്യന് പറ്റിയ പണിയല്ല. പടച്ച റബ്ബ് എന്തെല്ലാം തന്ന രാജാവാണ്. തന്നതിനുണ്ടോ കണക്ക്? എന്റെയും നിങ്ങളെയും ശരീരത്തിൽ അല്ലാഹു തആല തന്നത് തന്നെ എത്രയാണ്. നമ്മൾ ചോദിച്ചിട്ട് തന്നതല്ലല്ലോ കണ്ണ്, നമ്മൾ ചോദിച്ചിട്ട് തന്നതല്ലോ കാത്, നമ്മൾ ചോദിച്ചിട്ട് തന്നതല്ലല്ലോ കൈ, നമ്മൾ ചോദിച്ചിട്ട് തന്നതല്ലല്ലോ കാല്. നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള എന്തെല്ലാം തന്ന രാജാവാണ് അല്ലാഹു തആല. ആ അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ലല്ലോ. അതാണ് ഇമാം ബുസ്രി പാടുന്നത്, ഫലൈസ ലിമാ ഔലൈത മിന്നി അമിൻ ഹദ്ദു. എന്റെ ഇലാഹായ റബ്ബേ, നീ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അതിരും കണക്കുമില്ല അല്ലാഹ്. ലക്കൽ അംറു മിൻ ഖബലി സമാനി വബഅദഹു
വമാലക ഖബ്ലുൻ കസ്സമാനി വലാ ബഅദു. അല്ലാഹുവേ, ഇവിടെ കാലം, അതേ, സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, ഇങ്ങനെയൊക്കെ കാലം. ഈ കാലം എന്ന് പറയുന്നത് ഇവിടെ സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും ഒക്കെ കറക്കവും അതുമായി ബന്ധപ്പെട്ടും നടക്കുന്നതാണ്. ഇവിടെ സൂര്യൻ മുമ്പില്ലായിരുന്നു, ചന്ദ്രൻ മുമ്പില്ലായിരുന്നു, ഭൂമി മുമ്പില്ലായിരുന്നു, സൃഷ്ടികളൊന്നും മുമ്പില്ലായിരുന്നു. നിനക്ക് കാലം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവേ നിന്റെ ഓർഡറും നിന്റെ തീരുമാനവുമാണ്. കാലമുണ്ടായതിന്റെ ശേഷവും സൂര്യനും ചന്ദ്രനുമൊക്കെ വന്ന് സെക്കൻഡും മിനിറ്റും ദിവസവും മണിക്കൂറും മാസവും കൊല്ലവുമൊക്കെ ഉണ്ടായതിന്റെ ശേഷവും എല്ലാ തീരുമാനവും ഓർഡറും കൽപ്പനയും എല്ലാം നിന്റേത് തന്നെയാണ്. അല്ലാഹ് വമാലക ഖബ്ലുൻ സമാനി വലാ ബഅദു. അല്ലാഹ്, നിനക്കൊരു മുമ്പ് പറയാനില്ല. നീ കാരണം നീ ഉള്ളതിന് തുടക്കമില്ല, അതുകൊണ്ട് മുമ്പെന്ന് പറയാൻ നിന്നെപ്പറ്റി പറയാൻ പറ്റുന്നില്ല. അതുപോലെ നിനക്ക് കാലം പറയാനില്ല. കാലമുണ്ടാകുന്നതിന് മുമ്പും നീ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നിനക്ക് കാലമില്ല, നിനക്ക് മുമ്പില്ല, നിനക്ക് ശേഷമില്ല. വഹുക്മുക മാളിൻ ഫിൽ ഖലായിഖി നാഫിദു ഇദാ ശിത അംറൻ ലൈസ മിൻ കൗനിഹി ബുദ്ദു. നിന്റെ തീരുമാനങ്ങളൊക്കെ നടപ്പാകുന്നതാണ് നിന്റെ സൃഷ്ടികളിൽ. നിനക്ക് ഏത് വിഷയമാണോ നീ തീരുമാനിച്ചത്, ആ തീരുമാനിച്ചത് നടക്കുന്നതാണ്. ഇദാ ശിത അംറൻ ലൈസ മിൻ കൗനിഹി ബുദ്ദു. നീ ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നടക്കാതിരിക്കൂല. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മഹാനായ ഇമാം ബൂസരി റളിയല്ലാഹു അൻഹുവിന്റെ ദാലിയ, അത് ദാല് കൊണ്ട് തീർക്കുന്ന പദ്യങ്ങളാണ്. ഇതുപോലെ ഹാ എന്ന അക്ഷരം കൊണ്ട് തീർക്കുന്ന പദ്യങ്ങളുണ്ട്. യാമൻ ഖസാഇനു മുൽകിഹി മംലൂആ കറമം വബാബു അതായി മഫ്തൂഹു നദ്ഉക അൻ ഫഖിരിൻ ഇലൈക വഹാജത്തിൻ വമജാലു ഫളിക ലിൽഇബാദി ഫസീഹു ഫസ്ഫഹ് അനിൽ അബ്ദിൽ മുസീഇ തകർറുമാ ഇന്നൽ കരീമ അനിൽ മുസീഇ സഫൂഹു. എല്ലാ പദ്യവും ഹൂ ഹൂ എന്ന് ഹാ കൊണ്ട് തീർക്കുന്നത്. ഇങ്ങനെ വലിയ സാഹിത്യകാരനായ ഇമാം മുഹമ്മദ് ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി വളരെയേറെ അർത്ഥവത്തായ, വളരെ രസകരമായ, വളരെ അത്ഭുതകരമായ ധാരാളം പദ്യങ്ങൾ രചിച്ചിട്ടുള്ള ഒരു വലിയ മഹാനാണ് ഇമാം ബൂസരി റഹിമഹുല്ലാഹ്. ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജറ 695 ഹിജറ 695 എന്ന് പറഞ്ഞാൽ ക്രിസ്താബ്ദം അതാ 1295 വഫാത്തായി. മഹാനവറുകൾ 695 വഫാത്തായി, 1295 വഫാത്തായി. അതേ 87 വയസ്സുണ്ടെന്ന് ആ മഹാനായ ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു അതേ ഈജിപ്തിൽ അലക്സാണ്ട്രിയയിലാണ് മഹാനവറുകളുടെ പടുകൂറ്റൻ ജാറമുള്ളത്. ആ ജാറത്തോടനുബന്ധിച്ചൊരു പള്ളിയുണ്ട്. അതിന്റെ തൊട്ടടുത്തു തന്നെ മറ്റൊരു പള്ളിയുണ്ട്. അവിടെ ഒരു ജാറമുണ്ട്. അത് മഹാനായ അബുൽ അബ്ബാസിൽ മർസി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്. അതിന്റെ തൊട്ടടുത്ത് വേറെ ഒരു പള്ളിയുണ്ട്. 3 പള്ളികളും നമ്മുടെ ഈ കോമ്പൗണ്ടിൽ 3 പള്ളി നിർമ്മിച്ചതുപോലെ വളരെ തൊട്ടടുത്തുള്ള 3 പള്ളികളാണ്. പഴയ കാലത്ത് പള്ളികൾ അടുത്തടുത്ത് നിർമ്മിക്കപ്പെടാറുണ്ട്. അത് ലോകം മുഴുക്കെയുണ്ട്. ഇപ്പോഴും വടകര താഴെയങ്ങാടിയിൽ പോയാൽ, പൊന്നാനിയിൽ പോയാൽ അത്തരത്തിലുള്ള നേരത്തെ മുസ്ലിമീങ്ങൾ ജീവിച്ചിരുന്ന ധാരാളം മുസ്ലിമീങ്ങളുടെ നാടുകളിൽ തൊട്ടടുത്തടുത്ത് പള്ളികൾ കാണാം. തൊട്ടടുത്തടുത്ത് പള്ളികൾ ഉണ്ടാക്കുന്നത് എന്തോ ഒരു തെറ്റാണെന്നൊരു ധാരണ ചില ജനങ്ങളിൽ ആരോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കപ്പെടേണ്ട ധാരണയല്ല. മക്കയിൽ ചെന്നാലും മദീനയിൽ ചെന്നാലും അബൂദാബിയിലും ദുബായിലുമൊക്കെ ചെന്നാലും
ഓരോ മിനാരങ്ങളും പരസ്പരം കാണുന്നതല്ലേ? എല്ലാ സ്ഥലങ്ങളിലും ബാങ്ക് വിളിക്കുന്നില്ലേ? ഈജിപ്തിൽ എല്ലാ പള്ളിയിലും ബാങ്ക് വിളിക്കുന്നില്ലേ? അതുപോലെ തന്നെ ദുബായിൽ എല്ലാ പള്ളിയിലും ബാങ്ക് വിളിക്കുന്നില്ലേ? അതുപോലെ ഒമാനിൽ തൊട്ടടുത്ത പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നില്ലേ? നിങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകുന്നവരല്ലേ പലരും? അവിടെയൊക്കെ തൊട്ടടുത്ത പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നില്ലേ? അതുകൊണ്ട് വല്ല പ്രശ്നവുമുണ്ടോ സുഹൃത്തുക്കളെ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തൊട്ടടുത്തു തന്നെ 3 പള്ളികളാണ് അലക്സാൻഡ്രിയയിൽ. ഇമാം ബൂസരി റളിയല്ലാഹു അൻഹുവിന്റെ ജാറത്തോടനുബന്ധിച്ച് 3 പള്ളികൾ, 3 പള്ളിയോടനുബന്ധിച്ചും വലിയ വലിയ മഹാന്മാരുടെ ജാറമുണ്ട്. അത് മദീനയിലുമുണ്ടല്ലോ. മദീനയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതാ മദീന പള്ളി, ആ പള്ളിയുടെ ഒരു ചുമര് ജാറത്തിന്റെ ചുമരാണല്ലോ. ആ ജാറത്തിൽ കിടക്കുന്ന ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. മറ്റൊന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാണല്ലോ. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അവിടേക്ക് വരികയാണല്ലോ. സുഹൃത്തുക്കളെ, മദീന, ആ മദീനക്ക് മക്കയുടെ ഡബിൾ ബറക്കത്താണെന്നാണ് ഇമാം ബുഖാരിയും മുസ്ലിമും പഠിപ്പിച്ച ഹദീസിലുള്ളത്. ഞാൻ വടകരയിൽ വെച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനതി ലിഫൈ മാ ജഅൽത ബിമക്കത മിനൽ ബറക. മക്കയിൽ നീ സ്ഥാപിച്ച ബറക്കത്തിന്റെ ഇരട്ടി ബറക്കത്ത്, ഡബിൾ ബറക്കത്ത് നീ മദീനയിൽ സ്ഥാപിക്കണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന സ്ഥലമാണ് മദീന. ആ മദീനയിൽ പ്രത്യേകം ബറക്കത്തിന് വേണ്ടി, അവിടെയുള്ള പഴങ്ങളിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി, അവിടെയുള്ള സ്ഥലങ്ങളിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി, അതിനെല്ലാം റസൂലുള്ളാഹിന്റെ ദുആയുണ്ട്. അതുകൊണ്ടാണ് ഹജ്ജിന് പോകുന്ന ആളുകൾ കോഴിക്കോട്ടെന്നും കുറ്റ്യാടിയിൽ നിന്നും അതുപോലെ മക്കയിൽ നിന്നും വാങ്ങാതെ മദീനയിൽ നിന്ന് കാരക്ക വാങ്ങിക്കൊണ്ടുവരുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിന, ഞങ്ങളെ പഴത്തിൽ നീ ബർക്കത്ത് തരണേ എന്ന്. മദീനത്തെ പഴങ്ങളിൽ പ്രത്യേകം ബർക്കത്തിന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. മദീന അത് ഓർമ്മിക്കാതെ ഒരു മുസ്ലിമിന് ജീവിതം ഇല്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന നാടാണ് മദീന. ആ നബി തങ്ങൾ ജനിച്ച നാടാണ് മക്ക. ആ ജനിച്ച നാട്ടിലാണ് ഉപ്പാപ്പ നിർമ്മിച്ച കഅബയുള്ളത്. ആ കഅബയുള്ള നാട്ടിന്റെ ഡബിൾ ബറക്കത്താണ് മദീനയില്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ മദീനത്തുള്ളത്. മക്കയിലുള്ളതോ അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച, അതുപോലെ അതിനു മുമ്പ് മലായിക്കത്തും മറ്റു പലരും നിർമ്മിച്ച് പുനർനിർമ്മാണം നടത്തിയ കല്ലുകൊണ്ടുള്ള കഅബയാണ്. കല്ലിനേക്കാൾ, ഹജറുൽ അസ്വദിനേക്കാൾ, സ്വർഗത്തേക്കാൾ, കഅബയേക്കാൾ എന്തിനധികം പറയണം, ലോകത്ത് സർവ സൃഷ്ടികളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ബഹുമാനം. അതുകൊണ്ടായിരുന്നു ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി അതേ മഹാനവറുകൾ ചൊല്ലിയ ഒരു സലാത്തുണ്ട്. അത് ബുർദക്കടയിൽ ചൊല്ലിയ സലാത്താണ്. ആ സലാത്തിന്റെ പ്രത്യേകത, നമ്മളൊക്കെ ചൊല്ലുന്നൊരു സലാത്താണത്. എഴുന്നേറ്റുന്നൊരു പ്രാവശ്യം ചൊല്ലിക്കും. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ സലാത്തിന്റെ പ്രത്യേകത, അതിൽ സലാത്തുണ്ട്, സലാമുണ്ട്. അതിന്റെ പുറമെ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹുമുണ്ട്. 2 മദ്ഹാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അലാ ഹബീബിക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ആളാണ്. അത് അള്ളാഹുവിന്റെ റസൂൽ ജീവിതകാലത്ത് പറഞ്ഞ മദ്ഹാണ്. ഖൈറിൽ ഖൽഖി കുല്ലിഹിം എന്നതോ അത് സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബൂസരിക്ക് പൂരിപ്പിച്ചു കൊടുത്ത മദ്ഹാണ്. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ കഅബയേക്കാൾ ശ്രേഷ്ഠത അല്ലാഹുവിന്റെ റസൂലിനാണ്. സുഹൃത്തുക്കളെ, എല്ലാ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠത അല്ലാഹുവിന്റെ റസൂലിനാണ്. അതേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല
18 മുർസലീങ്ങളെ പറഞ്ഞു. സൂറത്തുൽ അൻആമിന്റെ 86-ാമത്തെ ആയത്ത് നോക്കിക്കോളൂ. 18 മുർസലീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരുടെ എല്ലാം നേതാവായി പരിചയപ്പെടുത്തി. ഖുർആൻ പറഞ്ഞു വകുല്ലൻ ഫളൽനാ അലൽ ആലമീൻ. എല്ലാ സൃഷ്ടികളെക്കാളും ആലമീൻ എന്ന് പറഞ്ഞാൽ അതിൽ പെടാത്ത ആരുമില്ല. നമ്മൾ സാധാരണ ഓതുന്നതില്ലേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ സൃഷ്ടികളെയും പോറ്റി വളർത്തുന്നവനാണ് അല്ലാഹു തആല. അപ്പൊ ആലമീൻ എന്ന് പറഞ്ഞാൽ അത് ഉൾപ്പെടാത്ത ഒരു സൃഷ്ടിയുമില്ല. അള്ളാഹു പറയുകയാണ് 18 മുർസലീങ്ങളെ പറഞ്ഞിട്ട് അല്ലാഹു പറയാണ് വകുല്ലൻ ഫളൽനാ അലൽ ആലമീൻ. ആ മുർസലീങ്ങളെയൊക്കെ എല്ലാ സൃഷ്ടികളെക്കാളും നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു. എന്നാൽ ആ 18 മുർസലീങ്ങൾക്കും ലോകത്തുള്ള എല്ലാ മഹാന്മാർക്കും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞില്ലേ അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമ വലാ ഫഖ്റ. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ സർവ്വ ജനങ്ങളുടെയും നേതാവാണ് ഞാൻ. ഇവിടെ പലരും നേതാക്കളായി ഉണ്ടായേക്കാം. എന്നാൽ ഖിയാമത്ത് നാളിൽ ആരും നേതാവാണെന്ന് പറയാൻ തുനിയാത്ത, ധൈര്യപ്പെടാത്ത വല്ലാത്തൊരു ഘട്ടമല്ലേ ഖിയാമത്ത് നാളിൽ. അതേ യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ ലാ യതകല്ലമൂൻ. ഒരു മലക്ക് പോലും, ഒരു തെറ്റും ചെയ്യാത്ത മലക്കുകൾ പോലും സംസാരിക്കാൻ ധൈര്യം വരാത്ത രംഗമല്ലേ പടച്ചവന്റെ കോടതിയിൽ. അവിടെ നബിതങ്ങൾ പറഞ്ഞു അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഞാൻ മനുഷ്യരുടെ നേതാവാണ്. വലാ ഫഖ്റ. അതിനേക്കാൾ വലിയ ഒരു സ്റ്റാറ്റസ് ഇല്ല കേട്ടോ. അതിനേക്കാൾ വലിയൊരു സ്ഥാനമില്ല കേട്ടോ. ഞാനത് അതാ സ്റ്റാറ്റസ് പറയാൻ വേണ്ടി പറയുകയല്ല. നിങ്ങൾക്ക് എന്റെ ബഹുമാനം ഞാൻ തന്നെ പഠിപ്പിച്ചു തരാതെ നിങ്ങൾക്കറിയാൻ കഴിയൂലല്ലോ. എന്റെ ബഹുമാനം അറിയാതിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വേണ്ടതുപോലെ ബഹുമാനിക്കാതിരുന്നാൽ അതിന്റെ പേര് അല്ലാഹു തആല നിങ്ങൾക്ക് സ്വർഗം നിഷേധിച്ചാലോ. നിങ്ങൾക്കതാ എന്നെ വേണ്ടതുപോലെ ബഹുമാനിക്കാത്തതിനാൽ പടച്ചവന്റെ കാരുണ്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാലോ. അതുകൊണ്ട് ഞാൻ എന്റെ ബഹുമാനം ഞാനല്ലാതെ നിങ്ങൾക്ക് ആര് പഠിപ്പിക്കാനാണ്? അതുകൊണ്ട് എന്റെ സ്റ്റാറ്റസ് പറഞ്ഞ് അഭിമാനിക്കാനല്ല ഞാനിത് പറയുന്നത്. അതിനേക്കാൾ വലിയൊരു സ്റ്റാറ്റസ് ഉള്ള ഒരു നേതാവുമില്ല. അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ജനങ്ങൾക്ക് മുഴുവനും നേതാവാണ് ഞാൻ. വലാ ഫഖ്റ. അതിനേക്കാൾ വലിയ സ്റ്റാറ്റസ് ഇല്ല. അപ്പൊ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖുർആനും ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസും അത് നമുക്ക് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അത് തന്നെയാണ് സുഹൃത്തുക്കളെ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. സർവ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും ഉത്തമനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നിശ്ചയം ഈ അരവരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബൂസരിക്ക് ഉറക്കിൽ അതാ പൂരിപ്പിച്ചു കൊടുത്തതാണ്. ആ ഒരു അരവരിയിൽ പറയുന്ന മദ്ഹാണ് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ സലാത്തിലുള്ളത്, ആ സലാത്ത് വലിയ ബഹുമാനമുള്ള സലാത്താണ്. അതെത്ര നമുക്ക് ചൊല്ലാൻ കഴിയുമോ അതിന് പുണ്യമാണ്. അതൊക്കെ ഞാൻ ബുർദയുടെ തുടക്കം സംസാരിക്കുമ്പോൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടുക എന്നത് മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ്, സത്യവിശ്വാസികളുടെ അടയാളമാണ്. നബിതങ്ങളെ മഹത്വം പറയൽ അത് അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുള്ളവരുടെ പദ്ധതിയാണ്. സ്നേഹം എന്ന് പറയുന്നത് മനസ്സിന്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്നൊരു വിഷയമാണ്.
ആ സ്നേഹം എത്രത്തോളമുണ്ടോ അത്രത്തോളം സ്നേഹിക്കുന്നവരെ കുറിച്ച് അനുസ്മരിച്ചുകൊണ്ടേയിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് സ്നേഹത്തിന്റെ ഫലമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ പിന്തുടർന്ന് ജീവിക്കുകയെന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് അവിടുത്തെ കിതാബ് ശിഫയില് മഹാനവറുകൾ പറഞ്ഞു, ഫസ്ലുൻ ഫീ അലാമത്തി മഹബ്ബതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ അടയാളത്തിൽ പറയുന്ന ഭാഗമാണ്. ഇഅലം, നീ ഉറപ്പിച്ച് മനസ്സിലാക്കണം, അന്ന മൻ അഹബ്ബ ശൈഅൻ ആസറഹു, ഒരു മനുഷ്യനൊരു വസ്തുവിനെ സ്നേഹിച്ചാൽ അവൻ അതിനെ തെരഞ്ഞെടുക്കും. വാസറ മുവാഫഖതഹു, ആ സ്നേഹിക്കുന്നതുമായി യോജിച്ചു നിൽക്കും. വഇല്ലാ ലം യകുൻ സാദിഖൻ ഫീ ഹുബ്ബിഹി, ഇല്ലെങ്കിൽ അവൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നേരല്ലെന്നല്ലേ അർത്ഥം. വകാന മുദ്ദഇയൻ, അവൻ സ്നേഹം വാദിക്കുന്നവനായി പോകും, സ്നേഹമുള്ളവനാകൂല. ഫസാദിഖു ഫീ ഹുബ്ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറയുന്നവൻ, ആ പറയുന്നത് നേരാണ് പറയുന്നതെങ്കിൽ മൻ തദ്ഹറു അലാമത്തു ദാലിക അലൈഹി, അതിന്റെ അടയാളം അവനിൽ വെളിവാകുന്നവനാണ് ശരിക്കും റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവനെന്ന് പറയുന്നവൻ. വഅവ്വലുഹൽ ഇഖ്തിദാഉ ബിഹി, അതിലൊന്നാമത്തെ വിഷയം അല്ലാഹുവിന്റെ റസൂലിനെ പിന്തുടരലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങളെ, ആദർശങ്ങളെ, വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, കർമ്മങ്ങളെ, സ്വഭാവങ്ങളെ, നയങ്ങളെ, അതിനെ പിന്തുടരണം, അതിനെ അംഗീകരിക്കണം. അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത് അതൊരു വാദം മാത്രമാണ്, ശരിയായ സ്നേഹമല്ല. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം, ആശയത്തിലും ആദർശത്തിലും അല്ലാഹുവിന്റെ റസൂലിനെ ഫോളോ ചെയ്യണം, അംഗീകരിക്കണം. സുബ്ഹാനല്ലാഹ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദ് കുട്ടികളോട് പറഞ്ഞു, ഇശാ നിസ്കരിച്ച ഉടനെ ഹദ്ദാദ് ചൊല്ലണം. അത് അംഗീകരിക്കാത്ത മുത്തഅല്ലിം ഉസ്താദിനെ സ്നേഹിക്കുന്നവനല്ല. അതേ സമയത്ത് അത് അംഗീകരിച്ചു, പക്ഷെ ഒരു ചങ്ങാതി മടിയോണ്ട് ചൊല്ലിയില്ല, അവൻ മടിയനാണ്. അവൻ ഉസ്താദിനെ അംഗീകരിക്കാത്തവനല്ല, അല്ലെങ്കിൽ ഉസ്താദിന്റെ ആശയം അംഗീകരിക്കാത്തവനല്ല, അവൻ മടിയനാണ്. അതുകൊണ്ട് അവൻ ഉസ്താദിനെ അംഗീകരിച്ചില്ല എന്ന് പറയാൻ കഴിയില്ല, അങ്ങനെയല്ലേ? അവൻ ഉസ്താദിനെ അംഗീകരിക്കാത്തവനല്ല. ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയത്തെ അംഗീകരിക്കണം. ആ ആശയം അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നബിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അർത്ഥമില്ലാത്ത കാര്യമാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, മദീനയിൽ കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കർമ്മം, അതല്ലേ നിസ്കാരം. നിസ്കാരം, ആ നിസ്കാരം ഖിബലയിലേക്ക് തിരിഞ്ഞാണ്, നമ്മുടെ നെഞ്ഞ് തിരിച്ചാണ് നിസ്കരിക്കുന്നത്. അല്ലാഹുവിനോടാണ് സംഭാഷണം നടത്തുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കർമ്മമാണ്. എന്നാൽ ആ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം പറയണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ ബഹുമാനം എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനല്ല, അല്ലാഹു പറഞ്ഞേച്ച ആളാണ്. അല്ലാഹു പറഞ്ഞേച്ച ആളാണ്. അല്ല പറഞ്ഞേച്ച ആളാണെങ്കിലോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയണം, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കണം, ജിബ്രീൽ അലൈഹിസ്സലാമായി സംവദിക്കാൻ കഴിയണം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെടാൻ കഴിയണം. നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരാണ്. നമുക്ക് മലക്കിനെ കാണാൻ കഴിയൂല, മലക്കിന്റെ ശബ്ദം കേൾക്കാൻ കഴിയൂല, മലക്കുമായി സംവദിക്കാൻ കഴിയൂല. അതേ സമയത്ത് ഈ റസൂലാകുമ്പോഴോ സാധാരണ മനുഷ്യനല്ല, മലക്കിനെ കാണും, മലക്കിനെ കേൾക്കും, മലക്കുമായി ബന്ധപ്പെടും. സുഹൃത്തുക്കളെ, അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിക്കുന്ന ഒരാൾക്ക് നബി തങ്ങൾ സാധാരണക്കാരനാണെന്ന് എഴുതാൻ കഴിയൂല.
പറയാൻ കഴിയൂല, പറയുന്നവനെ അംഗീകരിക്കാൻ കഴിയൂല. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവന് നബിതങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയുന്നവനെ അംഗീകരിക്കാൻ കഴിയൂല. അവിടെയാണ് സുന്നത്ത് ജമാഅത്തും അല്ലാത്തതും തമ്മിൽ വേർപിരിയുന്ന ഒരു രംഗം. രണ്ടാമതായി ഞാൻ ഒന്നുകൂടി പറയട്ടെ, അതാ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് മാത്രമല്ലല്ലോ നിസ്കാരത്തിൽ പറയുന്നത്, നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ നിസ്കാരമില്ല. അതാണ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അള്ളാഹുവിനോടുള്ള സംഭാഷണമാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരുള്ള സ്വലാത്ത് നിസ്കാരത്തിൽ ചൊല്ലാതെ നിസ്കാരമില്ല. അപ്പൊ റസൂലുള്ളാഹിനെ ഓർമ്മിക്കാതെ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ നിസ്കാരമില്ല. പോരാ, സ്വലാത്ത് മാത്രം പോരാ. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. വസല്ലിമൂ തസ്ലീമാ, നിങ്ങൾ സലാമും ചൊല്ലണേ. അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. ഈ കുറ്റ്യാടികള് നമ്മൾ സിറാജുൽ ഹുദ തുടങ്ങുന്നതിന് മുമ്പ് വന്നു പോയൊരു മൗലവിയുണ്ട്, ചേകനൂർ മൗലവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാളെ കാണാനില്ലാതെയായി. സുഹൃത്തുക്കളെ കുറെ JCB കൊണ്ട് മാന്തി നോക്കി, പക്ഷെ ഇതുവരെയും കണ്ടുകിട്ടിയിട്ടില്ല. ആ മൗലവിക്കൊരു വാദമുണ്ട്. അദ്ദേഹത്തിന്റെ വാദം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സലാം പറയുകയാണ്. ലോകം മുഴുക്കയുള്ള മുസ്ലിമീങ്ങൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നിസ്കാരത്തിൽ സലാം പറയുകയാണ്. അങ്ങനെ സലാം പറഞ്ഞാൽ മദീനയിൽ കിടക്കുന്ന അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയുന്നു മദീനയിൽ കേൾക്കൂല, അത്ര ദൂരെ വിളിച്ചാൽ കേൾക്കൂല. പിന്നൊന്നയാള് പറയാണ് മണ്ണിന്റെ അടിയിലുള്ള ആളെ വിളിച്ചാൽ കേൾക്കൂല. പിന്നൊന്നയാള് പറയാണ് അതേ പണ്ടെങ്ങാനും വഫാത്തായി പോയ ആളാണ് മുഹമ്മദ് നബി, അങ്ങനെ വഫാത്തായി പോയ ആളെ വിളിച്ചാൽ അവൻ ശിർക്ക് ചെയ്ത മുശ്രിക്കാണ്. അതുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബി പറയുന്ന നബി തങ്ങളെ വിളിച്ച് സലാം പറയുന്ന മുഴുവൻ ആളുകളും ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളാണെന്ന് നമസ്കാരം എന്ന പുസ്തകത്തിൽ ചേകനൂർ മൗലവി എഴുതി വെച്ചിട്ടുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരാളുടെയും ഖുർആനിന്റെ അർത്ഥം പറയല് കേട്ടിട്ട് നിങ്ങൾ മുൻഗാമികളായ ഇമാമീങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത് വിട്ടുപോകല്ലേ, സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിക്കല്ലേ. ലോകത്തിന്ന് വരെ കഴിഞ്ഞുപോയ മുസ്ലിമീങ്ങളൊക്കെ വഫാത്തായ നബിയെ വിളിക്കുന്നതിനാൽ, സലാം പറയുന്നതിനാൽ അവരൊക്കെ മുശ്രിക്കും കാഫറുമാണെന്ന വാദം അത് ഖുർആൻ പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്തതാണ് കേട്ടോ. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് വസല്ലിമൂ തസ്ലീമാ, നബിതങ്ങൾക്ക് മുഅ്മിനീങ്ങളെ നിങ്ങൾ സലാം പറയണേ, അവിടുത്തെ പേരിൽ സലാത്തും ചൊല്ലണേ. ഖുർആൻ വ്യക്തമായത് പറഞ്ഞിരിക്കുകയാണ്. ആ സലാമാണ് നിസ്കാരത്തിൽ ചൊല്ലുന്നത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബി ആയവരെ അങ്ങേക്ക് സലാം. അങ്ങനെ ചൊല്ലുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫഅർദ അലൈഹി സലാം. എന്റെ വഫാത്തിന്റെ ശേഷവും എനിക്ക് ഏത് നാട്ടിൽ വെച്ച് എന്റെ അനുയായികൾ സലാം പറഞ്ഞാൽ സലാം മടക്കാനുള്ള സംവിധാനം, സലാം അറിയാനും കേൾക്കാനുമുള്ള സംവിധാനം എന്റെ റബ്ബെനിക്ക് തന്നിട്ടുണ്ടാകും. ഞാൻ നിങ്ങളെ സലാം മടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, കാരണവന്മാരെ, വിദ്യാർത്ഥികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമുക്ക് വളരെ ഗൗരവത്തോടെ പഠിപ്പിച്ച അവിടുത്തെ ചര്യയാണ് 5 നേരത്തെ നിസ്കാരം കേട്ടോ. അതംഗീകരിക്കാത്തവൻ മുസ്ലിമല്ല, അതിന് മാറ്റം വരുത്തുന്നവൻ മുസ്ലിമല്ല. ഇന്ന ബൈനൽ അബ്ദി വശ്ശിർകി വൽ കുഫ്രി തർക സലാ
നിസ്കാരം കൈയൊഴിക്കുന്നവൻ അത് വേണ്ടെന്ന് വെച്ചുകൊണ്ടാണോ, നിഷേധിച്ചുകൊണ്ടാണോ, അത് 5 വക്തിൽ 1 റക്അത്താണെങ്കിലും ശരി, അവൻ അതാ ശരിയായ അമുസ്ലിമാണ് കേട്ടോ, അവൻ മുസ്ലിമേ അല്ല. ഇനി അഥവാ മടിയനായിട്ട് നിസ്കരിക്കാത്തവനാണെങ്കിൽ തന്നെ അവനതാ നിസ്കാരം നിർവഹിക്കാത്തത് കൊണ്ട് ബാഹ്യമായി ഒരു അമുസ്ലിമിനെ പോലെയാണ് കേട്ടോ. എന്ന് മാത്രമല്ല, അവന്റെ മനസ്സിൽ അവനെ ഏറ്റവും സ്നേഹിക്കേണ്ടിയിരിക്കുന്നത്, ഈമാനുള്ളവൻ ഏറ്റവും സ്നേഹിക്കേണ്ടത് അവനെ പടച്ച് പോറ്റി വളർത്തുന്ന രാജാവായ അല്ലാഹുവിനെയല്ലേ. ഉദ്കുറൂനി അദ്കുറുക്കും വസ്കുറൂലി വലാ തക്ഫുറൂൻ. അല്ലാഹ് പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ ഓർക്കണേ, നിങ്ങൾ എന്നെ ഓർക്കണേ. അങ്ങനെ ഓർക്കുമ്പോഴാ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അള്ളാനെ പറയുന്നത് ഓർക്കുന്നത് കൊണ്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് ഓർക്കുന്നത് കൊണ്ടാണ്, ദിക്ർ ചൊല്ലുന്നത് മനസ്സിൽ അള്ളാനെ ഓർക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ദിക്റിന്റെ സദസ്സിന് വലിയ ബഹുമാനമുണ്ടായത്. അള്ളാനെ ഓർക്കുന്ന സദസ്സാണത്. ഉദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർക്കണേ, നിങ്ങൾ എന്നെ പറയണേ, അപ്പോൾ ഞാൻ നിങ്ങൾക്കും പ്രതിഫലം തരും, നിങ്ങളെ ഞാനും വലിയ സമൂഹത്തിൽ ഓർക്കും പറയും എന്ന് റബ്ബ് പഠിപ്പിച്ചില്ലേ. വസ്കുറൂനി വലാ തക്ഫുറൂൻ. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണേ, നിങ്ങൾ നന്ദികേട് ചെയ്യരുതേ. അപ്പൊ അല്ലാഹുവിന്റെ മഹത്വം നമ്മൾ എത്രത്തോളം പുകഴ്ത്തി പറയുന്നുണ്ടോ, എത്ര സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നുണ്ടോ, എത്ര സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറയുന്നുണ്ടോ, എത്ര അൽഹംദുലില്ലാഹ് ചൊല്ലുന്നുണ്ടോ, എത്ര ഖുർആൻ ഓതുന്നുണ്ടോ, അതെല്ലാം എത്ര അത്തഹിയാത്തു ലില്ലാഹി പറയുന്നുണ്ടോ, അതെല്ലാം റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള വചനങ്ങളാണ്. വലിയ പ്രതിഫലമാണ്, റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമാണ്. ഇനിയോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നമ്മളെയും പടച്ച റബ്ബിനെ ഓർക്കുന്നതോടുകൂടി അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് വിവരം തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ ഓർക്കണം. അതുകൊണ്ടാണ് ഖുർആൻ വറഫഅനാ ലക ദിക്റക, ഓ നബിയെ തങ്ങളുടെ സ്മരണയെ, തങ്ങളെ പറയലിനെ, തങ്ങളെ മഹത്വത്തെ നമ്മൾ ഉയർത്തി വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. ആ ഉയർത്തിവെപ്പ് എത്രയാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചില്ലേ. മഹാന്മാരായ താബീങ്ങളും അതുപോലുള്ള തബഉ താബീങ്ങളുമായ പണ്ഡിതന്മാരുടെ വിവരണം. എവിടെ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടോ അവിടെയെല്ലാം അള്ളാഹുവിന്റെ റസൂലിനെയും ഓർക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അഖിമിസ് സ്വലാത്ത ലിദിക്രി, നിസ്കാരം അള്ളാഹുവിനെ ഓർക്കാനുള്ളതാണ്. ആ നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെയും ഓർക്കണം. അതുകൊണ്ട് തന്നെ നബി തങ്ങളെ പേരിൽ സലാത്ത് വേണം, അസ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വേണം. പോരാ, നിസ്കാരത്തിൽ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോടും പറയണം. അതാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയായവരേ അങ്ങയ്ക്ക് സലാം. അത് പറഞ്ഞേ പറ്റൂ. അപ്പൊ നിസ്കാരം 5 വഖത്തും കൃത്യമായി നിസ്കരിക്കുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുന്നവനാണ്. നിസ്കരിക്കാത്തവൻ അല്ലാഹുവിന്റെ റസൂലിനെ ഓർക്കാത്തവനാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, ഒരു നേരത്തെ നിസ്കാരം ഖളാക്കരുത് കേട്ടോ. നിസ്കാരം ഖളാക്കുന്നവൻ അല്ലാഹുവിനെ ഓർക്കാത്തവനാണ്, ഓർക്കാൻ പറഞ്ഞ സമയത്ത് ഓർക്കാത്തവനാണ്. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്മരിക്കാൻ പറഞ്ഞ സമയത്ത് സ്മരിക്കാത്തവനാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കാൻ പറഞ്ഞ സമയത്ത് വിളിക്കാത്തവനാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയാൻ പറഞ്ഞ സമയത്ത് സലാം പറയാത്തവനാണ്. അവനെ കുറിച്ച് ഇനിയൊന്ന് ഞാൻ പറയേണ്ടതുണ്ടോ? നബി തങ്ങളെ സ്നേഹിക്കുന്നവനാണോ നീ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനാണോ നീ? നബി തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കിട്ടണമെന്ന് ആശിക്കുന്നവനാണോ നീ? അസ്സഫാഅത ഖബ്ലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ
لنا إن ضاع يا سيدي خير النبي. എല്ലാവരും ചൊല്ലിക്കൊരു സ്വലാത്ത്. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي إننا نرجو إلى كأس حوضك للعطش يوم نسير كتابي يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റെക്കമെൻഡ് കിട്ടിയിട്ട് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കണമെന്ന് ചിന്തിക്കുന്ന മുസ്ലിമേ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട സമയം, സലാം പറയാതെ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ, ളുഹർ നിസ്കരിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ, അസർ നിസ്കരിക്കാതെ നേരം അതാ സന്ധ്യയാക്കിയാൽ, മഗ്രിബ് നിസ്കരിക്കാതെ മഗ്രിബ് നഷ്ടപ്പെടുത്തിയാൽ, ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ, ചോദിക്കട്ടെ, നീയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അകന്നുപോയില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കുട്ടികളെ, കാരണവന്മാരെ, ബുറുദ ബൈത്ത് സംസാരിക്കുന്ന ഈ സദസ്സിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ബുറുദ ബൈത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാനാണ്, അല്ലാഹുവിന്റെ റസൂലുമായി നമ്മെ ബന്ധിപ്പിക്കാനാണ്, നമുക്ക് റസൂലുള്ളാഹിന്റെ സ്നേഹം കിട്ടാനാണ്. ഇമാം ബൂസരി സ്നേഹം വാങ്ങിയതാണ്. അതിനെല്ലാം അപ്പുറം നമ്മൾ ചിന്തിക്കണം, ഏറ്റവും വലിയ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് നിർബന്ധമായ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരം തന്നെ. ഇനിയൊരു മനുഷ്യൻ നിസ്കാരം അംഗീകരിക്കുന്നില്ലെങ്കിൽ അവൻ മുസ്ലിമേ അല്ല. അവൻ ആ സമയത്ത് തന്നെ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്തേക്ക് ചാടിപ്പോയി. അത് ഒരു റക്അത്ത് നിഷേധിച്ചാലും അവൻ ഇസ്ലാമെന്ന് പുറത്തേക്ക് ചാടിപ്പോയി. എന്നാൽ മഹാനായ ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവൻ സത്യവാനാണെങ്കിൽ അവൻ അല്ലാഹുവിന്റെ റസൂലിനെ പിന്തുടരാൻ സന്നദ്ധരാകണം. റസൂലുള്ള പഠിപ്പിച്ചതൊക്കെ അംഗീകരിക്കണം. വസ്തിമാലു സുന്നതിഹി, നബിയുടെ ചര്യ ജീവിതത്തിൽ പകർത്തണം എന്ന് പറഞ്ഞാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകൾ രണ്ട് വിധമുണ്ട്. ഒന്ന് നിർബന്ധമായ ചര്യയാണ്, മറ്റ് ചിലത് ഐച്ഛികമായ ചര്യയാണ്. അത് എത്രത്തോളം ഐച്ഛികമായ ചര്യകൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയോ കൊണ്ടുവരണം. ഉദാഹരണത്തിന് സുബ്ഹി നിസ്കരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം സുഹൃത്തുക്കളെ. അതുപോലെ ളുഹറിന് മുമ്പ് അവിടുന്ന് എപ്പോഴും 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. 4 റക്അത്ത് ളുഹറിന് മുമ്പ് നിസ്കരിച്ചാൽ അവന് സ്വർഗത്തിലൊരു മാളിക അല്ലാഹു പണിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൻ സല്ലാ അർബഅൻ ഖബ്ല ളുഹരി, ളുഹറിന് മുമ്പ് ഒരു 4 റക്അത്ത് ഒരാൾ നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു അവനൊരു വീട് നിർമ്മിക്കും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ പ്രതിഫലമാണ് ളുഹറിന് മുമ്പ് ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവർക്ക്. നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പകർത്താൻ നോക്കണം. ളുഹറിന് ശേഷം ഒരു 2 റക്അത്ത് സുന്നത്ത് വളരെ പ്രധാനമാണ്. 4 റക്അത്തിനും വലിയ പുണ്യമാണ്. ളുഹറിന് ശേഷം 4, അസറിന് മുമ്പ് 4 റക്അത്ത് നിസ്കാരം സുന്നത്താണ്. മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് സുന്നത്താണ്. മാ ബൈന കുല്ലി അദാനൈനി സലാത്ത്, എല്ലാ 2 വിളികൾക്കിടയിലും, ഒന്ന് ബാങ്കിന്റെ വിളിയും ഒന്ന് ഇഖാമത്തിന്റെ വിളിയും, എല്ലാ വിളികൾക്കിടയിലും സുന്നത്ത് നിസ്കാരമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനാൽ ഇമാം നവവി തങ്ങൾ പറഞ്ഞു മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. ശാഫിഈ മദ്ഹബിൽ അത് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സഹാബികള് മഗ്രിബ് നിസ്കരിക്കുന്നതിന് മുമ്പ് ബാങ്ക് വിളിക്കാൻ, അതാ ബാങ്ക് വിളിച്ചാൽ അവിടെ 2 നിലക്ക് പണ്ഡിതന്മാരെ വിവരണമുണ്ട്. ബാങ്ക് വിളിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സുന്നത്ത് നിസ്കരിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. അല്ല, ബാങ്ക് വിളിക്കഴിഞ്ഞ ഉടനെ സുന്നത്ത് നിസ്കരിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞവരുമുണ്ട്. ഏതായാലും മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. മഗ്രിബിന് ശേഷം വളരെ പ്രധാനപ്പെട്ട 2 റക്അത്ത് സുന്നത്തുണ്ട്. ഇശാഇന് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. ഇശാഇന് ശേഷം 2 റക്അത്ത് സുന്നത്തുണ്ട്. ഇതിൽ ഇശാഇന് ശേഷമുള്ള 2 റക്അത്തും മഗ്രിബിന് ശേഷമുള്ള 2ഉം അതുപോലെ ദുഹറിന് മുമ്പും ശേഷമുള്ള ഈ 2ഉം സുബ്ഹിക്ക് മുമ്പുള്ള 2ഉം വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ്. ആ സുന്നത്ത് നിസ്കാരമെങ്കിലും ചെറുപ്പക്കാരെ നമ്മളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരണം കേട്ടോ. ഉമ്മമാരെ, നിങ്ങളും സുന്നത്ത് നിസ്കരിക്കണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രാത്രി സമയത്ത് 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചിരുന്നു. 11 റക്അത്ത് വിത്ർ പല വിധത്തിലും നിസ്കരിച്ചിട്ടുണ്ട്. ഈ 2 റക്അത്തായി നിസ്കരിച്ച് അവസാനം 1 റക്അത്ത് നിസ്കരിച്ച് അങ്ങനെയുണ്ട്. ഈ 2 നിസ്കരിച്ച് 8 കഴിഞ്ഞാൽ പിന്നെ 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിച്ചതുണ്ട്. 2ഉം 1ഉമായി നിസ്കരിച്ചതുണ്ട്. 4 റക്അത്ത് ഒന്നിച്ചും 4 റക്അത്ത് ഒന്നിച്ചും പിന്നെ 3ഉം അങ്ങനെ നിസ്കരിച്ചതുണ്ട്. വിത്ർ നിസ്കാരം 11 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. 13 റക്അത്ത് നിസ്കരിച്ചു എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട്. ഏതായിരുന്നാലും ശരി, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചിരുന്നത് വളരെ നീണ്ട റക്അത്തുകളാണ് കേട്ടോ. വളരെ നീണ്ട റക്അത്തുകളാണ് കേട്ടോ. ഓരോ റക്അത്തിലും 100 വീതം ആയത്ത്, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലായത്ത്. ഓരോ റുകൂയിലും 100 വീതം തസ്ബീഹ്, സുജൂദിൽ 100 വീതം തസ്ബീഹ്. അപ്പൊ ചിലപ്പോ 100നേക്കാൾ കൂടുതലായത്ത്. അങ്ങനെ ഓതിയിട്ട് നീണ്ട നിസ്കാരമാണ്. ആ നിസ്കാരം അവിടുന്ന് നിസ്കരിച്ചിരുന്നത് ഉറങ്ങിത്തെളിഞ്ഞതിന്റെ ശേഷമാണ്. അതേ, ഏകദേശം സാധാരണ ദിവസങ്ങളിൽ അവിടുന്ന് രാത്രി പകുതിയായതിനു ശേഷമാണ് നിസ്കരിക്കാറ്. എഴുന്നേറ്റ് പല്ല് തേച്ച് ഒതുവെടുത്ത് നിസ്കരിക്കാറാണ് പതിവ്. അങ്ങനെ നീണ്ട നിസ്കാരം നിർവഹിച്ചതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന്റെ മേലെ നീര് കെട്ടി വീർത്തുപോയി. അതേ, അപ്പൊ ബഹുമാനപ്പെട്ട ബീവി ഐഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചതാണ്, ഓ നബിയേ, അവിടുത്തേക്ക് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലല്ലോ, സംഭവിക്കാറില്ലല്ലോ, സംഭവിക്കുകയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് അതുണ്ടോ ആർക്കെങ്കിലും പാടി പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? ആർക്കെങ്കിലും ഉണ്ടോ അത് ചൊല്ലി തീർക്കാൻ കഴിയുന്നു? അത് ലോകത്ത് ആർക്കും സാധ്യമല്ല കേട്ടോ. അത് ഇമാം ബൂസരിക്കും കഴിയൂല, ലോകത്തൊരു പണ്ഡിതനും കഴിയൂല. പരിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹുവിന്റെ മദ്ഹ് പാടി പറഞ്ഞ സ്ഥിതിക്ക്, ലോകത്ത് അല്ലാഹ് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞ സ്ഥിതിക്ക് ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ കഴിയുക? ലോകത്താർക്കും അതിന് സാധ്യമല്ല. സുഹൃത്തുക്കളെ, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുമ്പോ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നതാണ്. ആ പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് പ്രത്യേകമായി മദ്ഹിന്റെ തുടക്കം കുറിക്കുന്നത് ലലംതു സുന്നതമൻ അഹ്യല്ലമായിലാനിസ്ത قد قدما والضر من ورمي ظلمت سنة من أحيا الظلام. നല്ല ഇരുട്ടുള്ള രാത്രികളിൽ രാത്രിയെ സജീവമാക്കി എഴുന്നേറ്റ് നിന്ന് നീണ്ട നിസ്കാരം നിർവഹിച്ചു. അതിനാൽ
കാലിന്റെ മേലെ നീര് കെട്ടി വീർത്തുപോയി. അങ്ങനെ പടച്ച റബ്ബിനെ ഇബാദത്തെടുത്ത മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുന്ന ഞാൻ അവിടുത്തെ സുന്നത്ത് ആ നിലക്ക് കൂടുതൽ എടുത്തിട്ടില്ലല്ലോ എന്ന സങ്കടം പറഞ്ഞുകൊണ്ടാണ് വലംതോ സുന്നതമൻ അഹ്യല്ലലാമയില അനിസ്തഖത് ഖദമ ഹുല്ലുറ മിൻ വറമി. ഇന്ന് മുതൽക്ക് നമുക്ക് തുടങ്ങി പറയാനുള്ള പദ്യം അതാണ്. സുഹൃത്തുക്കളെ, ഒരു മാസം വയത് പറഞ്ഞാൽ ഈ ഒരു പദ്യം തന്നെ തീരൂല കേട്ടോ. രണ്ടാമത് വസദ്ദ മിൻ സവാബിൻ അസാഅഹു വതവാ തതൽ ഹിജാറതി കസ്ഹമുത്രഫൽ ആദമി. എല്ലാവരും ഏതേറ്റു സ്വലാത്ത് ചൊല്ലിക്കാം. മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇരുന്നോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം സുന്നത്ത് നോമ്പെടുത്തിരുന്നു. സുന്നത്ത് നിസ്കാരത്തിന്റെ പുറമെ സുന്നത്ത് നോമ്പെടുത്തിരുന്നു. അവിടുന്ന് ഒരുപാട് വിശന്നിരുന്നു, വിശപ്പ് സഹിച്ചിരുന്നു. അങ്ങനെ വിശപ്പ് സഹിച്ചിട്ട് കല്ല് തന്നെ അവിടുത്തെ മൃദുലമായ തോലിന്റെ മേലെ വയറ്റിന്റെ മേലെ വെച്ച് കെട്ടിയിരുന്നു. അങ്ങനെ പ്രയാസപ്പെട്ട് എത്രയോ സുന്നത്ത് നോമ്പെടുത്തു. ഭക്ഷണം കിട്ടാതെയും ഭിക്ഷണം കൈയൊഴിച്ചും വളരെ പ്രയാസപ്പെട്ട് ജീവിച്ചവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന നിലക്കാണ് ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി പാടിത്തുടങ്ങുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹിലേക്ക് കടന്നു ചെല്ലുന്നത്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ആർക്കും ചൊല്ലി തീർക്കാൻ സാധ്യമല്ല. അപ്പോൾ പിന്നെ കുറഞ്ഞ പദ്യങ്ങളാണ് ചൊല്ലുന്നത്. ആ പദ്യം ചൊല്ലുന്ന സമയത്ത് ഇമാം ബൂസിരി ഒരുപാട് മര്യാദകൾ പാലിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പാറക്കടവിലും അതുപോലെ തന്നെ വടകരയിലും വെച്ച് പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങളെ ഓർത്തുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട് ഓർത്തുകൊണ്ട്, നാടുമായി ബന്ധപ്പെട്ടതിനെ ഓർത്തുകൊണ്ട് കരച്ചിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം കുറിക്കുന്നത്. അതിങ്ങനെ പറഞ്ഞിട്ട് ഇമാം ബൂസിരി പിന്നെ സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് കുറെ സംസാരിച്ചു. ഞാൻ മറ്റൊരാളെ ഉപദേശിക്കാൻ അർഹനല്ല എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചു. അത് മഹാന്മാരെ ശൈലിയാണ്. മഹാന്മാര് മറ്റൊരു വ്യക്തിയെ ആക്ഷേപിച്ച് സംസാരിക്കൂല, പകരം അവരെ സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് സംസാരിക്കും. അത് കേട്ടിട്ട് മറ്റുള്ളവർ നന്നാകാനാണ്. അതാണ് അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് സബ്തു ബിഹി നസ്ലൻ ലിദി ഖൂമി വമാ തസവ്വതു ഖബ്ലൽ മൗതി നാഫിലതൻ വലം ഉസല്ലി സിവാ ഫർളിൻ വലം ഇമാം ബൂസിരി സുന്നത്ത് നിസ്കാരം ചുരുങ്ങിപ്പോയി, സുന്നത്ത് നോമ്പ് ചുരുങ്ങിപ്പോയി. അതിലൊക്കെ വേവലാതിപ്പെടുകയാണ്, സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുകയാണ്. അങ്ങനെ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ എന്റെ സ്വന്തം ശരീരത്തിന്റെ തടീച്ചക്ക് വഴിപ്പെട്ടുള്ള ജീവിതമായി പോയി. അതേ, എനിക്ക് നരബാധിച്ചു പോയി. ഇനിയെങ്കിലും ഞാൻ അതാ മരിക്കാൻ പോകുന്നവനല്ലേ, മരണത്തിനൊരുങ്ങേണ്ടവനല്ലേ. അതിനെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു മഹാനായ ഇമാം ബൂസിരി. അതാ പറയുന്നു, ഞാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്തിനെ ആക്രമിച്ചവനായി പോയി. ഗൗരവം കൂട്ടി സംസാരിക്കുകയാണ്. കാരണം ഞാൻ അത്രയൊന്നും സുന്നത്ത് നിസ്കരിച്ചില്ലല്ലോ എന്ന് പ്രയാസം പറയുകയാണ് ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് അത് ധാരാളം ആളുകൾ പാടിയ പറഞ്ഞാൽ തീരുന്നതോ ചൊല്ലിയാൽ തീരുന്നതോ അല്ല. വലിയൊരു മഹാനുണ്ടായി ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹു.
മഹാനവറുകളെ ഒരിക്കൽ ഉറക്കെ കണ്ടു ഒരാള്. ഇപ്പൊ മൂപ്പരോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് നിങ്ങൾ വളരെ വ്യക്തമായി പാടി കാണുന്നില്ലല്ലോ. പാടിയിട്ടുണ്ട്, പക്ഷെ ഒക്കെ വ്യംഗ്യമായിട്ടാണ്, വ്യക്തമായി പാടി കാണുന്നില്ലല്ലോ. ഇപ്പൊ മഹാനവറുകൾ പറഞ്ഞു, എത്ര പറഞ്ഞാലും എത്ര പാടിയാലും പാടിയിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കാൻ കഴിയൂല. എത്ര തന്നെ പുകഴ്ത്തി പാടിയാലും പറഞ്ഞാലും അതേ അതിനൊരു പരിപൂർണതയിലെത്തിക്കാൻ കഴിയൂല. ഇതില്ലാഹു അഥേനാ ബില്ലദീ ഹുവ അഖ്ലുഹു അലൈഹി ഫമാ മിഖ്ദാറു മാ യംദഹുൽ വറാ. ആകാശങ്ങളും ഭൂമികളും സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും എല്ലാം സൃഷ്ടിച്ച രാജാവല്ലേ അല്ലാഹ്. ആ അല്ലാഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറയുകയാണ് ഖുർആനിലെങ്കില് പിന്നെ സൃഷ്ടികൾ മദ്ഹ് പറഞ്ഞിട്ട് എവിടെ എത്താനാണ്? ഇത് തന്നെ ഇമാം ബൂസിരി ഞാൻ നേരത്തെ പറഞ്ഞ ഹംസ കൊണ്ട് തീർക്കുന്ന പദ്യത്തില് മഹാനവറുകൾ പറഞ്ഞു, ഇന്ന മിൻ മുഅ്ജിസാതികൽ ജസാഅൻ വസ്ഫീക ഇദ് ലാ യഹുദ്ദുൽ നിസാഉ കൈഫാ യസ്തൗഹിബുൽ കലാമ സജായാക് വഹൽ തുൻസഖുൽ ബിഹാർ റുകാഉ. കടലിലെ വെള്ളം ബക്കറ്റ് കൊണ്ട് മുക്കിയിട്ട് വറ്റിക്കാൻ കഴിയുമോ? ഇതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മദ്ഹ് ആർക്കെങ്കിലും പാടിയിട്ടും പറഞ്ഞിട്ടും തീർക്കാൻ കഴിയുമോ? പറഞ്ഞാൽ തീരാത്തതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ്. കാരണം എന്തേ? പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങ് മദ്ഹ് പറഞ്ഞത് എത്ര സ്ഥലത്താണ്? അപ്പൊ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നതും നബി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. അത് മഹാനായ ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ശേഷം പറയുന്നുണ്ട്, നബി തങ്ങളുടെ സുന്നത്ത് ഫോളോ ചെയ്യുന്നതും വത്തിബാഉ അഖ്വാലിഹി നബി തങ്ങളുടെ വാക്കുകൾ പിന്തുടരുന്നതും വഅഫ്ആലിഹി നബി തങ്ങളുടെ പ്രവർത്തനങ്ങൾ പിന്തുടരുന്നതും വംതിസാലു അവാമിരിഹി നബി തങ്ങൾ കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കുന്നതും വജിത്തിനാബു നവാഹിഹി നബി തങ്ങൾ വിരോധിച്ചത് കൈയൊഴിക്കുന്നതും വത്തഅദ്ദുബു ബിഅദാബിഹി നബി തങ്ങൾ പഠിപ്പിച്ച മര്യാദകൾ പാലിക്കുന്നതും ഫീ ഉസ്രിഹി ഞെരുക്കമുള്ളപ്പോഴും വയുസ്രിഹി സന്തോഷമുള്ളപ്പോഴും മൻസതിഹി വമക്രഹിഹി ആവേശവും ഉന്മേഷവും ഉള്ളപ്പോഴും അതൊന്നുമില്ലാത്ത ടയേർഡാകുന്ന സമയത്തും എല്ലാം എന്ന് പറഞ്ഞ് ഖുർആനിലെ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി എന്ന ആയത്ത് മഹാനായ ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു തെളിവുദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ വലിയ അടയാളമാണത്. അത് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു, വമിൻ അലാമാതി മഹബ്ബതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം അതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് കസ്റതു ദിക്രിഹി ലഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ധാരാളം പാടുക, ധാരാളം പറയുക. ഫമൻ അഹബ്ബ ശൈഅൻ അക്സറ ദിക്റഹു ഒരു വസ്തുവിനെ ഒരാൾ സ്നേഹിച്ചാൽ ആ വസ്തുവിനെ കുറിച്ച് ധാരാളം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. വമിൻഹാ കസ്റതു ശൗഖിഹി ഇലാ ലിഖാഇഹി ഇതുപോലെ അല്ലാഹുവിന്റെ റസൂലിനെ കാണണമെന്ന ഉത്കടമായ ആഗ്രഹം മനസ്സിലുണ്ടാകൽ നബി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഫകുല്ലു ഹബീബിൻ യുഹിബ്ബു ലിഖാ ഹബീബിഹി ഏത് സ്നേഹിക്കുന്നവനും സ്നേഹിക്കപ്പെടുന്നവരെ ഒന്ന് കാണണമെന്ന് ആശിക്കൂലേ? ഓ ഉമ്മമാരെ, കാരണവന്മാരെ, ചെറുപ്പക്കാരെ, നമ്മളെ മനസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണമെന്ന ആഗ്രഹം എപ്പോഴും ഉണ്ടാകണം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദൂരെ നിന്ന് വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യ് പറയാൻ പോലും മടി കാണിക്കുന്നവനും നിസ്കാരം ഖളാക്കുന്നവനും പിന്നെ നബി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ വിഷയത്തിൽ എത്ര അകന്നവരാണ്. അതുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ എല്ലാ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളെ പിന്തുടർന്നുകൊണ്ട് തന്നെ നീങ്ങണം. ആ നബിതങ്ങളെ വല്ലാതെ ബഹുമാനിക്കണം. ആ ബഹുമാനം മഹാന്മാരായ സഹാബത്ത് ബഹുമാനിച്ച ബഹുമാനങ്ങളുണ്ട്. നമ്മളതൊക്കെ മുൻകഴിഞ്ഞ പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ആ ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ച ആശയങ്ങൾ അതിലൊന്നാണ് ഖദർതാൻ തുസ്ബിഹ വതുംസിയ ലൈസ ഫീ ഖൽബിക ഗസ്സുൽ ലിഅഹദിൻ ഫഫഅൽ. മോനെ അനസേ, ഒരാളോടും വൈരാഗ്യമില്ലാതെ ജീവിക്കണം. ചീത്ത പറഞ്ഞവനോട് വൈരാഗ്യമോ വിദ്വേഷമോ ഇല്ലാതെ, തെറി പറഞ്ഞവനോട് വിദ്വേഷമില്ലാതെ, കുറ്റം പറഞ്ഞവനോടും കല്ലെറിഞ്ഞവനോടും വിദ്വേഷമില്ലാതെ, ആരോടും വിദ്വേഷമില്ലാത്ത നല്ല മനസ്സോടെ ജീവിക്കണേ മോനെ. അത് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. എന്റെ സുന്നത്തിനെ സജീവമാക്കിയവൻ ഫഖദ് അഹബ്ബനീ, എന്നെ സ്നേഹിച്ചവനാണ്. എന്നെ സ്നേഹിച്ചവൻ എന്റെ കൂടെയാണ്, സ്വർഗത്തിൽ എന്റെ കൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ വാചകം ഉമ്മമാരെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. കാരണവന്മാരെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. നമ്മളുടെ മക്കളുടെ ഭാര്യമാരോ, അല്ലെങ്കിൽ സ്വന്തം മക്കളോ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ ഉമ്മയോ, സ്വന്തം ഭർത്താവിന്റെ പിതാവോ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് തന്നെയോ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോ, സ്വന്തം അയൽവാസിയോ, സ്വന്തം കുടുംബക്കാരനോ, സ്വന്തം മുതലാളിയോ, സ്വന്തം തൊഴിലാളിയോ, സ്വന്തം കൂടെയുള്ള സ്റ്റാഫുകളോ, അല്ലെങ്കിൽ സ്വന്തം നമ്മുടെ നേതാവോ അനുയായിയോ, ആരിൽ നിന്നൊരു ദുസ്വഭാവമുണ്ടായാലും, ആരിൽ നിന്ന് എന്ത് അരോചകമായ വാക്കുകൾ വന്നാലും, ആരിൽ നിന്ന് ഏത് മോശമായ പരുത്ത പെരുമാറ്റമുണ്ടായാലും അതിന്റെ പേരിലൊന്നും മനസ്സിൽ വൈരാഗ്യം വെക്കാതെ, വിദ്വേഷം വെക്കാതെ, തെളിഞ്ഞ മനസ്സോടുകൂടി, വിശാലമായ മനസ്സോടുകൂടി, കോപിതനാകാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അത് നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തലാണ് കേട്ടോ. അത് നബിയോടുള്ള സ്നേഹപ്രകടനമാണ് കേട്ടോ. അത് സ്വർഗത്തിൽ നബിതങ്ങളെ കൂടെ ജീവിക്കാനുള്ള വഴിയാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് നാളെ വിശദമായി കടക്കാം. മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് നമ്മൾ പാടുന്നു, ഇമാം ബുഖാരി പാടുന്നു, ലോകത്ത് ധാരാളം മഹാന്മാര് പാടുന്നു. അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതലേ തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് സഹീഹുൽ ബുഖാരിയിൽ കാണാം, മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നു. മൗലിദുകളിൽ എന്താ ഉള്ളത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പാടുന്നു, അതിന്റെ പുറമെ റസൂലുള്ളാഹിന്റെ ചരിത്രം വായിക്കുന്നു. അതാണ് നമ്മളെ മൗലിദൊക്കെ ഉണ്ടാകുക. അതാണ് ബുഖാരിയിൽ നിങ്ങൾക്ക് കാണാം. അന്നഹു സമിഅ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ട അൽ ഹൈതം ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു അൻഹു കേട്ടു. വഹുവ യഖുസ്സു ഫീ ഖസസിഹി വഹുവ യദ്കുറു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതുകയാണ്. മൗലിദ് ഓതാൻ റസൂലുള്ളാഹിന്റെ മദ്ഹ് ഉൾക്കൊള്ളുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം പറയുകയാണ്. അതിനെയല്ല മൗലിദിലുള്ളത്, റസൂലുള്ളാഹിന്റെ ചരിത്രം. ആ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പദ്യത്തിലേക്ക് കടക്കുകയാണ്. ഗദ്യത്തിൽ പദ്യത്തിലേക്ക് കടക്കുകയാണ്. അവിടുന്ന് പറയാം, ഇന്നാ ഖല്ലക്കും ലാ യഖൂലു റഫസ യഅനി ബിദാലിക അബ്ദുല്ലാഹി ഇബ്നു റവാഹ. അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്ന് പറയുന്ന നിങ്ങളുടെ സഹോദരൻ മഹാനായ സഹാബി. മഹാനവറുകൾ ഒരിക്കലും അനാവശ്യം പറയുന്ന ആളല്ല. മഹാനവറുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പാടുകയാണ് ചെയ്തത്. ബുഖാരിയിലുള്ള ഹദീസാണ് ഞാൻ വായിക്കുന്നത്. ആ ഹദീസിൽ കാണാം റസൂലുള്ളാഹിന്റെ മദ്ഹ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങൾ ചൊല്ലിയത്. വഫീനാ റസൂലുള്ളാഹി യത്ലു കിതാബഹു ഇദൻ ശഖ മഅറൂഫും മിനൽ ഫജ്രി സാതിഉ
أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് പദ്യത്തിലേക്ക് കടക്കുകയാണ്. അത് തന്നെയും മറ്റൊരു സഹാബി ചൊല്ലിയ പദ്യം ഉദ്ധരിച്ചുകൊണ്ടാണ്. ആ പദ്യത്തിൽ എന്താണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങൾ പറയുന്നത്? ഞങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്. ആ റസൂലുള്ളാഹിന്റെ ഒരു വലിയ മഹത്വം യത്ലൂ കിതാബഹു, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയാണ്. എപ്പോ? പകലിൽ മാത്രമല്ല, പാതിരാ സമയത്ത്, അതേ സുബ്ഹിയാകാൻ നോക്കുന്ന സമയത്ത് വരെ അവിടുന്ന് ഖുർആനോത്തിലാണ്. ഇദൻ ശഖ്ഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാതിഉ, രാത്രിയിലും ഖുർആൻ ഓതുന്നു, സുബ്ഹി ആയതിനു ശേഷവും ഖുർആൻ ഓതുന്നു. അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മുഖിനാത്തുൻ അന്ന മഖാല വാഖിഉ. രാത്രിയിൽ എഴുന്നേറ്റ് നീണ്ട നിസ്കാരം ഖുർആൻ ഓതിയിട്ടിങ്ങനെ നിസ്കരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞല്ലോ, അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മസ്ഊദാ വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. 5 നേരത്തെ നിസ്കാരം മുറക്ക് നിർവഹിക്കാൻ പറഞ്ഞുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈൽ. ഓ നബിയേ, സൂര്യൻ നട്ടുച്ച സമയത്ത് തെറ്റുന്നത് മുതൽക്ക് രാത്രി നല്ല ഇരുട്ടാകുന്ന ഇശാഇന്റെ സമയം ഉറങ്ങുന്നത് വരെ തങ്ങൾ നിസ്കാരം മുറക്ക് നിർവഹിക്കണേ. ദുഹറും അസറും മഗ്രിബും ഇശാഉം നിസ്കരിക്കണേ. അത് 5-ാമതായി അല്ലാഹ് പറയാണ്, വഖുർആനൽ ഫജ്രി, അതേ സുബ്ഹിന്റെ സമയത്തുള്ള ഖുർആൻ, ആ ഓതുന്ന നിസ്കാരം സുബ്ഹി നിസ്കാരം മുറക്ക് നിർവഹിക്കണേ. ഇന്ന ഖുർആനൽ ഫജ്രി, ആ സുബ്ഹി നിസ്കാരത്തിന് പ്രത്യേകതയുണ്ട്. എന്തേ? ഇന്ന ഖുർആനൽ ഫജ്രി കാന മസ്ഹൂദാ. ഇന്ന് രാവിലെ സഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുമ്പോ ഈ സിറാജുൽ ഹുദയിലെ മുതഅല്ലിമീങ്ങൾക്ക് ഞാൻ ഇതിന്റെ ഒരു തഫ്സീർ ബുഖാരിയിൽ ഓതിക്കൊടുത്തിട്ടുണ്ട്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മസ്ഹൂദാ. സുബ്ഹിന്റെ ജമാഅത്ത് സാധാരണ ജമാഅത്ത് പോലെയല്ല. പകലത്തെ ഡ്യൂട്ടിക്ക് വരുന്ന മലക്കുകളും രാത്രിയത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ആകാശത്തിലേക്ക് പോകുന്ന മലക്കുകളും, 2 മലക്കുകളും ഒരുപോലെ പങ്കെടുക്കുന്ന ജമാഅത്താണ് സുബ്ഹിന്റെ ജമാഅത്ത്. ഓ ചെറുപ്പക്കാരെ, സുബ്ഹിന്റെ സമയത്ത് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചൂടെ? ആ ജമാഅത്തിൽ 2 കൂട്ടം മലക്കുകൾ പങ്കെടുക്കുകയാണ്. ഒന്നേതാ മലക്കുകള്? രാത്രിയത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന മലക്കുകള്. മറ്റൊന്ന് പകലത്തെ ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങുന്ന മലക്കുകള്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇതിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഇരുട്ടുള്ള സമയത്ത് തന്നെ സുബ്ഹി നിസ്കാരത്തിൽ അങ്ങ് കടന്നാൽ ആ സുബ്ഹി നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ കൂടുതൽ ആയത്തോതി നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ആ നിസ്കാരം നീട്ടിയങ്ങ് നിസ്കരിക്കുമ്പോ മലക്കുകൾ ഇങ്ങനെ തുരുതുരാ വന്ന് നിസ്കാരത്തിൽ പങ്കെടുക്കുകയാണ്. പുതിയ മലക്കുകള്, നേരത്തെയുള്ള മലക്കുകൾ നിസ്കാരത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മലക്കുകളുമാണ് പങ്കെടുക്കുന്നത്. ആ മലക്കുകൾ ഡ്യൂട്ടി കഴിഞ്ഞ് ചെന്നാൽ അള്ളാഹുവിനോട് പറയുന്ന, പടച്ച റബ്ബേ, നിന്റെ ഒരു കൂട്ടം അടിമകൾ ഞങ്ങൾ വരുന്നു. ഞങ്ങളതാ വരുന്ന സമയത്ത് അവര് നിസ്കാരത്തിലാണ്. ഞങ്ങളോ ഞങ്ങൾ ചെല്ലുന്ന സമയത്തും അവര് നിസ്കാരത്തിലാണ്. ചെല്ലുമ്പോ മഗ്രിബ് നിസ്കാരത്തിലാണ്, ഇപ്പൊ വരുമ്പോഴും നിസ്കാരത്തിലാണ്. അതുപോലെ പകലത്തെ മലക്കുകളും പറയുന്നു, ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ നിസ്കാരത്തിലാണ്, വരുമ്പോഴും നിസ്കാരത്തിലാണ്. എന്തൊരു റിപ്പോർട്ടാണ് റബ്ബിന്റെ മുമ്പിൽ അവർ പറയുന്നത്. മലക്കുകളെ കൊണ്ടല്ല പറയിക്കുകയാണ്, അള്ളാഹ് അറിയാഞ്ഞിട്ടല്ല. അപ്പ അല്ല പറയുന്നു, അവർക്ക് മുഴുവനും ഞാൻ പുറത്തു കൊടുത്തു മലക്കുകളെ. ഇത് കിട്ടാനുള്ള ജമാഅത്താണ് സുബ്ഹിന്റെ ജമാഅത്ത്. അതുകൊണ്ട് ആ സുബ്ഹിന്റെ ജമാഅത്തിലും ഇശാഇന്റെ ജമാഅത്തിലുമൊക്കെ
അതാ പങ്കെടുക്കുന്നതിന് കൂടുതൽ പുണ്യമുണ്ട്. എന്നാൽ അല്ലാഹു ജല്ല ജലാലുഹു ആ 5 നേരത്തെ നിസ്കാരം പറഞ്ഞതിന് ശേഷം ഖുർആനിൽ പ്രത്യേകം പറയുന്നു, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക. രാത്രിയിൽ നിന്നുള്ള സമയം ഓ നബിയേ തങ്ങൾ ഉറക്കമൊഴിച്ച് നിസ്കരിക്കണേ. സുഹൃത്തുക്കളെ, ഹജദ എന്ന വാക്കിന് ഉറങ്ങുക എന്നാണ് നേരെ അർത്ഥം. പക്ഷേ അങ്ങനെ അല്ലാഹു തആല ഉറക്കമൊഴിച്ച് നിസ്കരിക്കുന്നതിന് ഫതഹജ്ജദ് ബിഹി എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. നിങ്ങൾക്ക് നല്ല വിശ്രമമല്ലേ ഉറക്ക്, എന്നാ ആ ശരിയായ വിശ്രമം നിങ്ങൾക്ക് ഖബറിൽ കിട്ടണ്ടേ. അതെത്ര കൊല്ലം എന്നറിയില്ലല്ലോ. ആ നീണ്ട കൊല്ലം ഖബറിൽ വിശ്രമിക്കാൻ ഇവിടെയുള്ള ഉറക്കമൊന്നൽപ്പം കുറച്ചിട്ട് നിങ്ങളൊന്ന് രാത്രിയിൽ നിസ്കരിക്കൂ എന്നത് സൂചിപ്പിക്കാനാണ് ഈ വാചകം പറഞ്ഞതെന്ന് ഇമാം റാസി വിവരിക്കുന്നു. ആ ഉറക്കമൊഴിച്ചുള്ള തഹജ്ജുദ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർബന്ധമായിരുന്നു എന്ന് ചില പണ്ഡിതന്മാര് പറയുന്നു. നാഫിലത്തൻ ലക എന്നതിന് അവർ പറഞ്ഞ തഫ്സീർ അങ്ങനെയാണ്. വേറെ ചില പണ്ഡിതന്മാര് പറയുന്നു നബി തങ്ങൾക്കും അത് സുന്നത്ത് തന്നെയാണ്. പക്ഷേ നാഫിലത്തൻ ലക അത് വർധനവായി എന്ന് പറഞ്ഞതിനർത്ഥം നബി തങ്ങൾക്ക് കുറ്റങ്ങളും തെറ്റുകളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് സൽക്കർമ്മം ചെയ്തിട്ട് അതാ കഴുകിപ്പോകാൻ കുറ്റകൃത്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ നിസ്കരിക്കുന്ന നിസ്കാരമൊക്കെ നബി തങ്ങൾക്ക് ദറജ കൂടാനാണല്ലോ. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മളെ നിസ്കാരം കൊണ്ട് ഒരുപാട് തെറ്റുകൾ കഴുകിപ്പോകേണ്ടതുണ്ട്, നമ്മുടെ ദോഷം പൊറുത്ത് കിട്ടേണ്ടതുണ്ട്. അങ്ങനെ ഒരാവശ്യം നിസ്കാരം കൊണ്ട് റസൂലുള്ളാഹിക്കില്ലല്ലോ. അതുകൊണ്ടാണ് നാഫിലത്തൻ ലക, തങ്ങൾക്ക് ഇത് സായിദയാണ്, വർദ്ധനവാണ് നബിയേ, തങ്ങളുടെ പദവി വർദ്ധിക്കാനാണ് നബിയേ എന്നാണ് പറഞ്ഞതിന്റെ തഫ്സീർ എന്ന് വേറെ ചില പണ്ഡിതന്മാര് പറയുന്നു. എന്നിട്ട് റബ്ബ് പറയുന്ന റബ്ബുക മഖാമം മഹ്മൂദാ, ലോകത്തുള്ള എല്ലാ ജനങ്ങളും എല്ലാ സൃഷ്ടികളും തങ്ങളെ പുകഴ്ത്തി പറയുന്ന ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് തങ്ങളെ അല്ലാഹു നിയോഗിക്കുന്നതാണ് നബിയേ. സുഹൃത്തുക്കളെ, രാത്രി സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനോദി നീണ്ട നിസ്കാരം നിർവഹിച്ചു. നിസ്കാരം നിർവഹിച്ച് കാലിന് നീര് കെട്ടി വീർത്തപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു പോയി, ഓ നബിയെ, ഒരു തെറ്റുമില്ലല്ലോ, ഒരു കുറ്റവുമില്ലല്ലോ, ഒരു തെറ്റും ജീവിതത്തിൽ വരൂലല്ലോ, വന്നിട്ടില്ലല്ലോ. മാളല്ല സാഹിബുക്കും വമാ ഗവാ, ഖുർആൻ പറഞ്ഞതല്ലേ, നിങ്ങളുടെ സാഹിബ് മുഹമ്മദ് നബി തങ്ങൾക്ക് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല, ഒരു പിഴവും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല, ചെയ്യൂല. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് തെറ്റ് സംഭവിച്ചുവെന്നും കുറ്റം സംഭവിച്ചുവെന്നുമൊക്കെ പുസ്തകങ്ങളിലും മാസികകളിലുമൊക്കെ എഴുതി വെച്ചിട്ടുള്ള പുത്തൻവാദികൾ ആഖിറത്തിലെത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അവരുടെ കാര്യം പരിതാപകരം തന്നെ. ഖുർആൻ ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധം വന്നജ്മീദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സത്യം ചെയ്താണ് പറഞ്ഞത് നബി തങ്ങളിൽ നിന്ന് ഒരു കുറ്റവും സംഭവിക്കൂല, ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് ഖുർആനാ പറഞ്ഞത്. സുഹൃത്തുക്കളെ, അള്ളാന്റെ റസൂലിന്റെ ചര്യ പിന്തുടരണമെന്ന് നാവ് കൊണ്ട് പറയുകയും എന്നിട്ട് അൽമനാർ പോലുള്ള പത്രങ്ങളിലും അതുപോലെ തന്നെ IPH പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ അമ്പിയാക്കൾ തെറ്റ് ചെയ്തു കുറ്റം ചെയ്തു എന്നൊക്കെ എഴുതി വെച്ചത് കാണുന്നു. ഒരിക്കലും തന്നെ ഈമാൻ കിട്ടി മരിക്കാതെ ആയി പോകുന്നതിൽ നിന്ന് മുസ്ലിമീങ്ങൾ
അതാ രക്ഷപ്പെടാൻ, ഈമാനോടെ മരിക്കാൻ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണേ, അതിന്റെ ആശയം മുറുകെ പിടിക്കണേ. ഇതാരോടുമുള്ള വൈരാഗ്യം കൊണ്ട് പറയുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ആഖിറം നഷ്ടപ്പെടരുതെന്ന് നിനക്ക് മാത്രം പറയാണ്. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അബ്ദുല്ലാഹിബ്നു റവാഹ തങ്ങൾ ശേഷം പറയുന്നത്, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചു, പാതിരക്ക് എഴുന്നേറ്റ് നിസ്കരിച്ചു എന്നാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ കാലിൽ നീര് കെട്ടി വീർത്തത് കണ്ടപ്പോ നബിയെ തങ്ങൾ എന്തിനിങ്ങനെ പ്രയാസപ്പെടണമെന്ന് ചോദിക്കുമ്പോ, അഫലാ അകൂനു അബ്ദൻ ശകൂറാ, എനിക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള നിഅമത്തിന് ഞാനൊരു നല്ല നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന് നബി തങ്ങൾ അങ്ങോട്ട് ചോദിച്ചതും ഹദീസിൽ കാണാം. ആ നബി തങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നതിന്റെ പുറമെ, നീണ്ട നിസ്കാരം നിർവഹിക്കുന്നതിന്റെ പുറമെ അവിടുന്ന് ചെയ്ത ഡ്യൂട്ടി എന്താണ്? ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കലാണ്, സന്മാർഗം വിവരിച്ചു കൊടുക്കലാണ്. അവിടെ എന്റെ ബാപ്പന്റെ ചേട്ടനാണോ അനുജനാണോ, അപ്പുറത്തുള്ളത് അബൂലഹബല്ലേ, എന്റെ മൂത്താപ്പയല്ലേ, അതിന്റെ അപ്പുറത്തുള്ളത് എന്റെ കുടുംബങ്ങളല്ലേ, എന്റെ അയൽവാസികളല്ലേ എന്ന് അള്ളാഹുവിന്റെ റസൂല് ചിന്തിക്കുന്നതിന് പകരം ആ അയൽവാസികളെയും കുടുംബങ്ങളെയൊക്കെ സന്മാർഗം പറഞ്ഞു കൊടുത്തിട്ട് അവരെ നന്നാക്കുകയല്ലേ വേണ്ടതെന്ന നിലക്ക് നബി തങ്ങൾ അവരെ ചീത്ത പറഞ്ഞില്ല, അവരോട് വിദ്വേഷം വെച്ചില്ല, അവരോട് അതാ ഒരക്രമവും ചെയ്തില്ല, അവരോട് വാക്കിലംഘിച്ചില്ല, അവരോട് കളവ് പറഞ്ഞില്ല, അവരെ നിന്ദിച്ചില്ല, അവരെ പരിഹസിച്ചില്ല. അവരൊക്കെ ഒന്ന് സന്മാർഗത്തിലേക്ക് വരണമെന്ന നിലക്ക് നിങ്ങൾ ആശയത്തിൽ തെറ്റുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ തങ്ങൾ പറയുന്നത്, അറാനൽ ഹുദാ ബഅദൽ ലമാ ഫഖുലൂബുനാ ബിഹി മുഖിനാതുൻ അന്ന മഖാല വാഖിഉ. നബി തങ്ങൾ ഞങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തന്നു, ഞങ്ങൾക്കതറിയില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങളെ മനസ്സുകൾ നബി തങ്ങൾ കാണിച്ചു എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ്. അവിടുന്ന് പറഞ്ഞൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ്. യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദസ്തഖലതി ബിൽ മുശ്രികീനൽ മളാജിഉ. ആ മുശ്രിക്കീങ്ങൾ അതാ വലിയ വയറും ശരീരവുമായി ഇങ്ങനെ കിടക്കുമ്പോൾ, അവരുടെ ഭാരം ഭൂമിക്ക് താങ്ങുമ്പോൾ നബിതങ്ങൾ ആ പാതിരാ സമയത്ത് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുകയായിരുന്നു. അത് രാജാവായ റബ്ബിനെ സ്നേഹിച്ചും രാജാവായ റബ്ബിന് ശുക്ർ ചെയ്തുമാണ്. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അവിടുന്ന് പ്രയത്നിച്ചു. അവിടുന്ന് സ്വന്തത്തിലോ ഫർളും സുന്നത്തും എടുത്തു. പാതിരാ സമയത്ത് റബ്ബിന് എത്രയോ നിസ്കാരം നിർവഹിച്ചു എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പുകഴ്ത്തി പാടുകയാണ്. ഇതിനെ തുടർന്നുകൊണ്ട് അനുധാവനം ചെയ്തുകൊണ്ടാണ് മഹാനായ ഇമാം ബുസിരി തങ്ങളും ലലംതു സുന്നതമൻ അഹ്യല്ലലമായില അനിസ്തഖത് ഖദമാ ഹുദുറ മിംറമി. എല്ലാവരും എഴുന്നേറ്റ് ചൊല്ലിക്കാം, മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ബൂസിരിമാവിന്റെ വിവരവും ഇമാം ബൂസിരി തങ്ങളുടെ നബി തങ്ങളോടുള്ള ചര്യ തുടരലും സഹാബത്തിനെ പിന്തുടരലും കണ്ടോ? അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുമ്പോൾ നബി തങ്ങൾ എഴുന്നേറ്റ് രാത്രി സമയത്ത് എഴുന്നേറ്റ് നീണ്ട സമയം നിസ്കരിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അത് തന്നെ ഇമാം ബൂസിരി തങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് തുടങ്ങുമ്പോ ആ വിഷയം തന്നെ മുന്നിലിട്ട് നമ്മളുടെ മനസ്സിനെ തട്ടി ഉണർത്തുകയാണ്. നമ്മളും ധാരാളം തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതൊരു വല്ലാത്ത പുണ്യമുള്ള നിസ്കാരമാണ് കേട്ടോ, വലിയ സ്ഥാനമുള്ള നിസ്കാരമാണ് കേട്ടോ, അത് വലിയ സ്ഥാനം അല്ലാഹു തആല കൊടുക്കുന്ന നിസ്കാരമാണ് കേട്ടോ. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞിട്ടുണ്ട്, പ്രസംഗം നിർത്തട്ടെ. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട
ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അമ്പിയാക്കളെല്ലാം രാത്രി സമയത്ത് നിസ്കരിക്കുന്ന മഹാന്മാരായിരുന്നു. ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയാൽ ബാക്കി നമുക്ക് നാളെ പറയാം. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം രാത്രി എഴുന്നേറ്റ് നീണ്ട നിസ്കാരം നിർവഹിച്ചു. നേരം വെളുത്തപ്പോ മഹാനവറുകളുടെ മനസ്സിൽ ഒരു നല്ല സംതൃപ്തി. ഞാൻ ഇന്നലെ ഉറക്കൊഴിച്ച് തീർത്തും നിസ്കരിച്ചല്ലോ, വലിയൊരു സംതൃപ്തി. മഹാനവറുകൾ പറഞ്ഞു, നാമത്തെ ഐനു കുല്ലി ദീ ഐനിൻ വഐനു ദാവൂദ് ലം തനം. കണ്ണുള്ള പലരും ഇന്നലെ രാത്രി ഇങ്ങനെ ഉറങ്ങി, ദാവൂദിന്റെ കണ്ണുറങ്ങിയിട്ടില്ല. ഞാൻ അള്ളാഹുവിനെ നിസ്കരിക്കുകയായിരുന്നു. ദാവൂദിന് സന്തോഷത്തോടെ അങ്ങ് പറഞ്ഞതാ, ആരും കേൾക്കാനില്ല, വേറൊരുത്തരുടെ മുമ്പിൽ അതാ ഉളൂസ് പറഞ്ഞൊന്നുമല്ല. ദാവൂദ് നബി അലൈഹി സ്വലാം സ്വന്തത്തിൽ സംതൃപ്തി പറഞ്ഞതാ. പക്ഷേ നിങ്ങൾ ഓർക്കണം, നമ്മൾ അറിയാത്ത എത്ര ജീവികളുണ്ട് ഇവിടെ. അള്ളാഹുവിന് എത്രയെത്ര ജീവികളുണ്ട്. മനുഷ്യര് മാത്രമാണോ ജീവികളുള്ളത്? എത്രയോ മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, പറവകളുണ്ട്, അല്ലാത്ത ജീവികളുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതങ്ങ് പറയുമ്പോ കടലിൽ നിന്ന് ഒരു തവള മറുപടി പറയുന്നു, യാ ദാവൂദ്, ഓ ദാവൂദേ, അതമുന്നു അലാ റബ്ബിക അസ്സ വജല്ല ബിഖിയാമി ലൈല. ഒരു രാത്രിയിൽ നിസ്കരിച്ചത് എടുത്തിട്ട് അല്ലാഹു തആലാക്ക് വലിയ ഇബാദത്ത് ചെയ്തുവെന്ന് നിങ്ങൾ അഭിമാനം, ഞാൻ ഇന്ന നല്ല സംഗതി ചെയ്തു എന്ന് പറയാണോ? എന്നാൽ കടലിലുള്ള തവളയായ എന്നെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. 300 കൊല്ലമായി ഞാൻ രാത്രിയിൽ കണ്ണ് ചിമ്മിയിട്ടില്ല. ഞാൻ തസ്ബീഹിലും ദിക്റിലുമാണ് ദാവൂദ് നബിയേ. സുഹൃത്തുക്കളെ, ഫർദ് നിസ്കരിക്കാൻ മടി, സുന്നത്ത് നിസ്കരിക്കാൻ മടി, നല്ലത് ചെയ്യാൻ മടി. ഈ പാവപ്പെട്ട എന്റെയും നമ്മളിൽ പലരുടെയും അവസ്ഥ അതല്ലയോ? അള്ളാഹുവിന് നമ്മുടെ നിസ്കാരം വേണോ? അള്ളാഹുവിന് നമ്മുടെ തസ്ബീഹ് വേണോ? അള്ളാഹുവിന് നമ്മുടെ ദിക്ർ വേണോ? അതേ സമയത്ത് ഇവിടെ അള്ളാഹുവിന്റെ സൃഷ്ടികൾ എത്രയോ പക്ഷികൾ പാതിരക്കെഴുന്നേറ്റ് ദിക്ർ ചൊല്ലുന്നുണ്ട്, തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. തവളകൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. തവളയെ കൊല്ലരുതെന്ന് പറയാൻ തന്നെ ഒരു കാരണം, അത് വല്ലാതെ തസ്ബീഹ് ചൊല്ലുന്ന ജീവിയാണ്. അങ്ങനെ എത്രയോ ജീവികൾ പാതിരക്കും അല്ലാത്ത സമയത്തും റബ്ബിന് തസ്ബീഹും ദിക്റും ചൊല്ലുന്നുണ്ട് കേട്ടോ. നമ്മളല്ലേ മടിയന്മാര്. അല്ലാഹു തആല എത്രയോ നിഅമത്ത് തന്നിട്ടും നമ്മൾക്ക് അതാ അല്ലാഹ് എന്ന ഭക്ഷണവും കഴിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. സുബ്ഹി വരെ ഒരൊറ്റ ഉറക്കമുറങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നിന്ന് ഒരാള് സുബ്ഹി വരെ എഴുന്നേറ്റ് നിസ്കരിക്കാതെ കിടങ്ങുന്നു ഉറങ്ങിയതിനെ കുറിച്ച് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, ബാല ശൈത്താനു ഫീ ഉദുനൈഹി, അവന്റെ 2 ചവിട്ടിലും ശൈത്താൻ മൂത്രമൊഴിച്ചിരിക്കുന്നു. ശൈത്താൻ അവന്റെ 2 ചവിട്ടിലും മൂത്രമൊഴിച്ചിരിക്കുന്നു. അവരിങ്ങനെ ഉറക്കിലിങ്ങനെ കഴിയാണ്, ശൈത്താൻ മൂത്രമൊഴിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ശൈത്താനെ മൂത്രമൊഴിക്കാൻ കാത് പിടിച്ചു കൊടുക്കുന്നതിന് പകരം സുബ്ഹിന്റെ കുറച്ച് മുമ്പ് എഴുന്നേറ്റ് ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്തിനോടുള്ള ആ അദബ് പാലിക്കാൻ നോക്കണേ. ഇന്നത്തെ പ്രസംഗം ഇവിടെ നിർത്തുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലി ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിദിഖൂമി എന്നീ ഇമാം ബുസ്രി തങ്ങൾ പറഞ്ഞത് അവർക്കല്ല ബാധകം, അത് ഈ പാവപ്പെട്ട എനിക്കാണ് കേട്ടോ, നമ്മളെ പോലുള്ളവർക്കാണ് കേട്ടോ. പറയുന്നതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ റഹ്മാനേ. ഫർളും സുന്നത്തുമൊക്കെ ജീവിതത്തിലെടുത്ത് മരണത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള ഭാഗ്യം തരണേ റഹ്മാനേ. ഞങ്ങളെ സദസ്സുകളും ഞങ്ങളെ സ്ഥാപനങ്ങളൊക്കെ ഞങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള വഴിയായി നീ കബൂൽ ചെയ്യണേ റഹ്മാനേ.
ആര് ഞങ്ങളെ ചീത്ത പറഞ്ഞാലും തെറി പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും അതിനൊന്നും മനസ്സിനൊരു വിഷമവുമില്ലാതെ നിന്റെ ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ച ചര്യ പിന്തുടർന്ന് ഒരു വൈരാഗ്യവും വിദ്വേഷവുമില്ലാത്ത മനസ്സ് തന്ന് ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല വലിയ നിഅമത്തല്ലേ നമുക്ക് ചെയ്തത്. നമ്മളിപ്പോ BCS തങ്ങളുടെ പേരിൽ ഇവിടെ ഒരു ദുആ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. ആ ദുആ സദസ്സിന് നന്ദി പറയുമ്പോ തങ്ങളുടെ മകൻ സയ്യിദ് ഹസൻ മാസ്റ്റർ പറഞ്ഞു, ബാപ്പ പഴയ കാലത്ത് കുറ്റ്യാടിയിൽ ബുറുദ ബൈത്തുമില്ല, ബുറുദ വേദവുമില്ല, മൗലിദുമില്ല, ഒന്നുമില്ലാത്തൊരു കാലുണ്ടായില്ലേ 19 കൊല്ലം. സുഹൃത്തുക്കളെ, ആ കാലഘട്ടത്തിൽ വേദന് പകരം നാടകം കളിക്കുന്നു, നാടകം സംഘടിപ്പിച്ചു. നാടകത്തിന് പിരിവ് ചോദിച്ച് PCS തങ്ങളോട് നാടകത്തിന് ഞാൻ പിരിവ് തരൂല എന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ അടി കൊടുത്തു തങ്ങളുടെ മുഖത്ത്. ആ സയ്യിദ് ആ അടി വാങ്ങല്ലാതെ നിർത്തിയില്ല. അങ്ങനത്തെ ഒരു കാലം ഇവിടെ കുറ്റ്യാടി കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് പറഞ്ഞ് അദ്ദേഹം വന്ന് പൊട്ടിക്കരഞ്ഞുപോയി. സുഹൃത്തുക്കളെ, അദ്ദേഹം സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ചു മരിച്ചു. സന്തോഷകരമായി മരിച്ചു. റബീഉൽ അവ്വൽ 12 അന്ന് മരിച്ചു. നമ്മളെ മൗലിദ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മരിച്ചു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ, പാറക്കടവിലെ നമ്മുടെ സ്ഥാപനം തുടങ്ങിയിരുന്ന കണാരണ്ടി ഉസ്താദ്, ഞാൻ പറഞ്ഞല്ലോ കുറ്റ്യാടിയിലെ എന്റെ പ്രവർത്തനത്തിന്റെ ആദ്യത്തെ തുടക്കം അടുക്കത്താണ്. അതിൽ ശിലാസ്ഥാപനം നടത്തുന്ന കീഴന ഉസ്താദ്, അതിനൊക്കെ മുമ്പ് ഇവിടെ വന്ന് അത് പറഞ്ഞ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, EK ഉസ്താദ്, അതുപോലെ കണ്യത്ത് ഉസ്താദ്, അതുപോലെ പുല്ലൂക്കര ഉസ്താദ്, നെല്ലിക്കുത്ത് ഉസ്താദ്, അണ്ടോണ ഉസ്താദ്, അങ്ങനെ തുടങ്ങി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ധാരാളം ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഖബറിൽ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഞാനത് എന്റെ പഴയ പ്രസംഗത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സയ്യിദന്മാര്, എത്രയോ സയ്യിദന്മാര്, അബേലത്ത് തങ്ങൾ, അതുപോലെ തന്നെ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ, അതുപോലെ എത്രയോ സയ്യിദന്മാര് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലുമുള്ള പല സയ്യിദന്മാരും മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെ ഖബറിലും സന്തോഷം കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا രാജ സയ്യിദായ റഹ്മാനെ, ഞങ്ങൾ ചൊല്ലിയ സലാത്തും നിന്റെ ഖുർആനിൽ ഞങ്ങൾ ഓതിയതും ഞങ്ങൾ ബുർദയിൽ നിന്ന് സംസാരിച്ചതും മറ്റ് മദ്ഹുകൾ പറഞ്ഞതുമെല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ.